السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره، نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് മഹത്തരമായ ഒരു ലക്ഷ്യം നിറവേറ്റുന്നതിനു വേണ്ടിയാണ്. ഒരു മനുഷ്യൻ അവൻ്റെ ജനനം മുതൽ ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിലോ അതല്ലെങ്കിൽ അതിനെ അവഗണിച്ചുകൊണ്ടോ ആണ് അള്ളാഹുവിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു മനുഷ്യൻ്റെ ജീവിതവും ഒരു യാത്രയ്ക്ക് സമാനമാണ്. അവൻ ജനിച്ചതു മുതൽ തീർച്ചയായും സംഭവിക്കാനിരിക്കുന്ന മരണം, അതിനുശേഷം അവന് കാത്തിരിക്കുന്ന പരലോകം, അതിനുശേഷം ഉണ്ടാകാനിരിക്കുന്ന വിചാരണ, ഹിസാബ്, അതിനുശേഷം അവനെ കാത്തിരിക്കുന്ന ശിക്ഷയോ അതല്ലെങ്കിൽ പ്രതിഫലം, നരകമോ സ്വർഗമോ, ഇതിലേക്ക് എത്താനുള്ള യാത്രയിലാണ് എല്ലാ മനുഷ്യരും ഉള്ളത്. എല്ലാ മനുഷ്യരും ഈ യാത്രയിലാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം സന്ദർഭങ്ങളിൽ തൻ്റെ സഹാബികൾക്ക് നൽകിയ ഉപദേശങ്ങളിൽ അവിടുന്ന് ആവർത്തിച്ച് ഈ യാത്രക്കാരനെ കുറിച്ച് അല്ലെങ്കിൽ ഈ യാത്രയെക്കുറിച്ച് ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബ് ഔ ആബറു സബീൽ. നീ ഈ ദുനിയാവിൽ ഒരു അപരിചിതനെ പോലെ ആവുക, ഏതോ നാട്ടിൽ വന്നെത്തിയ പരിചയക്കാരില്ലാത്ത, തൻ്റെ ശീലങ്ങളോ സുഖങ്ങളോ ആസ്വാദനങ്ങളോ ഒന്നും ലഭിക്കാൻ സാധ്യമല്ലാത്ത ഏതോ ഒരു അപരിചിതമായ നാട്ടിൽ താമസിക്കുന്ന, തൻ്റെ യഥാർത്ഥ നാട്ടിലേക്ക് തിരിച്ചു പോകാനിരിക്കുന്ന ഒരാളെപ്പോലെ നീ ജീവിക്കുക. ഔ ആബറു സബീൽ, അതല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ. അവൻ ഈ ദുനിയാവിൽ ജീവിക്കുന്നതൊരു യാത്രക്കാരനായിക്കൊണ്ടാണ്. അവിടുന്ന് ഈ ഉപദേശം നൽകിയത് കാരണത്താൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഇദാ അംസൈത ഫലാ തൻതദിറി സബാഹ്. നീ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചാൽ ഇനിയൊരു പകൽ നിനക്ക് തിരിച്ചു കിട്ടുമെന്ന് വിചാരിക്കരുത്. വഇദാ അസ്ബഹ്ത ഫലാ തൻതദിറിൽ മസാ. നീ രാവിലെ ആയി കഴിഞ്ഞാൽ ഇനിയൊരു വൈകുന്നേരത്തിലേക്ക് നീ എത്തുമെന്ന് നീ പ്രതീക്ഷിക്കരുത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുന്ന് കിടന്നുറങ്ങുകയായിരുന്നു. ഒരു പുൽപ്പായയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നിരുന്നത്. സഹാബികളെ കണ്ടപ്പോൾ അവിടുന്ന് എഴുന്നേറ്റു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്ത് ആ പുൽപ്പായയിൽ കിടന്നതിൻ്റെ അടയാളങ്ങളുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ സഹാബികളിൽ ചിലർ കരഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് കണ്ടപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുറിയിലുണ്ടായിരുന്ന തുച്ഛമായ വിഭവങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം കരഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമ്മാ യുബ്കീക യാ ഉമർ, എന്തിനാണ് ഉമർ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ദുനിയാവിൻ്റെ ആളുകൾ അവർ ബാത്തിലിൻ്റെ ആളുകളാണ്.
കിസ്റയും കൈസറും ജീവിക്കുന്ന കൊട്ടാരങ്ങൾ എത്ര വലുതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിൽ, ഈ ഹദീസിലല്ല മറ്റു ചില ഹദീസുകളിൽ പറഞ്ഞതുപോലെ അവിടുന്ന് അത്തരം ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടി എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, മാലി വലിദ്ദുനിയ, എനിക്കും ദുനിയാവിനും തമ്മിൽ എന്താണ്, ഞാനും ദുനിയാവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇല്ല കറാകിബിൻ ഇസ്തദല്ല തഹ്ത ഷജറത്തിൻ, ഒരു യാത്രക്കാരനെ പോലെയല്ലാതെ യാത്രക്കിടയിൽ ഒരു തണൽ കണ്ടപ്പോൾ ഒരു വൃക്ഷത്തിന് താഴെ കുറച്ച് തണൽ കൊണ്ടിരുന്നു. സുമ്മ റാഹ ഫതറകഹ, പിന്നീട് തനിക്ക് ആവശ്യമുള്ള വിശ്രമം ലഭിച്ചു കഴിഞ്ഞപ്പോൾ സുമ്മ റാഹ ഫതറകഹ, അദ്ദേഹം ആ തണലിൽ നിന്ന് എഴുന്നേറ്റ് പോയി. യാത്രക്കിടയിൽ സഹോദര, ഏതെങ്കിലും ഒരു വൃക്ഷത്തിൻ്റെ തണൽ കണ്ടാൽ നിങ്ങളിൽ ആരെങ്കിലും ആ വൃക്ഷത്തിൽ, അതിൻ്റെ തണലിൽ, അതിൻ്റെ ഇലകളുടെ പച്ചപ്പിൽ, അതിലുള്ള ഫലങ്ങളുടെ മനോഹാരിതയിൽ, ആ മരത്തിൻ്റെ വിശാലമായ വലുപ്പത്തിൽ അതിലാരെങ്കിലും വഞ്ചിതരാകാറുണ്ടോ? ഈ മരത്തിലാണ് ഇനി എനിക്ക് ജീവിക്കാനുള്ളത്, ഈ മരമാണ് എൻ്റെ എല്ലാം എന്ന് ആരെങ്കിലും കരുതാറുണ്ടോ? ഇല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിനെ കണ്ടിരുന്നത് അതുപോലെയായിരുന്നു. അവിടുന്ന് ആ തണൽ പ്രയോജനപ്പെടുത്തി. നമുക്ക് ദുനിയാവ് വേണ്ട എന്നല്ല, തണൽ പ്രയോജനപ്പെടുത്തി. പക്ഷേ ഞാനൊരു യാത്രക്കാരനാണ് എന്ന ഓർമ്മ അവിടത്തേക്കുണ്ടായിരുന്നു. അതുകൊണ്ട് സഹോദര, നീ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നീ ഒരു യാത്രയിലാണ്. ലതർകബുന്ന തബഖൻ അൻ തബഖ്, നിങ്ങൾ ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടത്തിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുന്നതാണ്. അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ച അവസാനത്തെ ആയത്തുകളിൽ ഒന്ന് എന്ന് പറയപ്പെട്ട ആയത്ത് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. സൂറത്തുൽ ബഖറയിലെ ആയത്താണത്. അതിൻ്റെ അവസാനങ്ങളിലുള്ള ഒരു ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. واتقوا يوما ترجعون فيه إلى الله, അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസം, അതിനെ നിങ്ങൾ സൂക്ഷിക്കുക. ثم توفى كل نفس ما كسبت, ഓരോ നഫ്സിനും അവർ പ്രവർത്തിച്ചതെന്താണോ അതിനുള്ളത് സമ്പൂർണ്ണമായി നൽകപ്പെടുന്നതാണ്. وهم لا يظلمون, അവർ അതിക്രമം ചെയ്യപ്പെടുന്നതല്ല. മനുഷ്യർ യാത്രയിലാണ്, അള്ളാഹുവിലേക്കുള്ള യാത്രയിലാണ്. ഈ യാത്രയിൽ ചിലർ നന്മയുടെ പടികളാണ് ചവിട്ടിക്കയറുന്നത്, ചിലർ തിന്മയുടെ അന്ധകാരങ്ങളിലേക്കാണ് വീഴുന്നത്, ചിലർ അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗത്തിൻ്റെ ഉന്നതമായ പദവികളാണ് നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റു ചിലർ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു ഒരുക്കി വെച്ച അഗ്നിയുടെ, നരകത്തിൻ്റെ വിറകുകളായി തീരാൻ വേണ്ടി, അതിൽ കത്തിയെറിയുന്നവരായി തീരാൻ വേണ്ടി അതിൻ്റെ അടിത്തട്ടുകളിലേക്കാണ് അവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലർ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൃപ്തിയാണ് അവൻ്റെ ഓരോ കാൽവെപ്പുകൾ കൊണ്ടും നേടിക്കൊണ്ടിരിക്കുന്നത്. മറ്റു ചിലർ ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിൻ്റെ കോപമാണ് അവൻ്റെ ഓരോ കാൽവെപ്പുകൾ കൊണ്ടും സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യത്തിലേക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്ത് നിന്ന് കാണാനുള്ള സൗഭാഗ്യത്തിലേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വേറെ ചിലർ ഫിർഔനിൻ്റെയും അബൂജഹലിൻ്റെയും ഉത്ബയുടെയും ഷൈബയുടെയും അള്ളാഹുവിനെ ധിക്കരിച്ച ധിക്കാരികളുടെയും സാമീപ്യത്തിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ യാത്രയിൽ, ഏതു യാത്രയിലാണ് നമ്മളുള്ളത്? ഏതു സഞ്ചാരമാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്? ഏതു ലക്ഷ്യമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് നാം എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് എപ്പോഴും നമുക്ക് ചിന്ത ഉണ്ടാകേണ്ടതുണ്ട്. അൽ-അല്ലാമ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്-സഅദി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു കവിതയുണ്ട്, മൻസൂമത്ത് അസ്-സൈർ ഇലല്ലാഹി വദ്ദാരിൽ ആഖിറ. അള്ളാഹുവിലേക്കുള്ള യാത്രയെക്കുറിച്ചും പരലോകത്തിലേക്കുള്ള യാത്രയെക്കുറിച്ചും വിവരിക്കുന്ന ഒരു ചെറിയ കവിത, വളരെ കുറഞ്ഞ വരികൾ മാത്രമുള്ള ഒരു കവിതയാണത്. ഇൻഷാ അള്ളാഹ് ആ കവിതയാണ് ഇന്ന് നമ്മളിവിടെ സാധ്യമാകുന്ന രൂപത്തിൽ വിശദീകരിക്കുന്നത്. ഇൻഷാ അള്ളാഹ് ഇത് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. മറ്റൊരു സന്ദർഭത്തിൽ ഇൻഷാ അള്ളാഹ് ഇത് പൂർണ്ണമായി നമുക്ക് പഠിക്കാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ.
ഈ കവിതയുടെ പേര് നിങ്ങൾ കേട്ടതുപോലെ മൻദൂമത്ത് അസ്സൈർ ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള യാത്ര അത് വിവരിക്കുന്ന കവിതയാണ്. വദ്ദാറിൽ ആഖിറ, അതുപോലെ പരലോകത്തിലേക്കുള്ള യാത്ര വിവരിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹോദര, മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയത് മുതൽ നീ ഒരു യാത്രയിലാണ്. ഇൻഷാ അള്ളാഹ് ഈ യാത്ര അവസാനിക്കേണ്ടത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ വസാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ഈ യാത്ര അവസാനിക്കേണ്ടത് ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലായിരിക്കണം. അവിടെ ആയിരിക്കണം. അവിടെ അല്ലാതെ കാൽ വെക്കാൻ അവസാനത്തെ കാൽവെപ്പ് ഒരിക്കലും അവിടെ അല്ലാതെ ആകരുത്. അള്ളാഹുവിൻ്റെ പരലോകത്തിൽ സ്വർഗമല്ലാതെ മറ്റൊരു ലക്ഷ്യമുണ്ടാകരുത്. എന്താണ് നിൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് ഒരാൾ ചോദിച്ചാൽ, സഹോദര, ഒരു കാരണവശാലും ഒരിക്കൽ പോലും എന്തൊക്കെ സംഭവിച്ചാലും അള്ളാഹുവിൻ്റെ പരലോകത്തിലെ സ്വർഗമല്ലാതെ മറ്റൊരു ലക്ഷ്യമുണ്ടാകരുത്. അതാണ് ലക്ഷ്യം. അള്ളാഹുവിൻ്റെ തൃപ്തി ആയിരിക്കണം ലക്ഷ്യം, അതല്ലാത്തത് ലക്ഷ്യമാകരുത്. അതാണ് നമ്മെ അള്ളാഹു പടച്ചതിനു പിന്നിലുള്ള ഉദ്ദേശം. അത് മറക്കരുത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ ഇബാദത്ത് ചെയ്യുന്നതിനു വേണ്ടിയല്ലാതെ, എൻ്റെ അടിമകളാകുന്നതിനു വേണ്ടിയല്ലാതെ, എൻ്റെ യഥാർത്ഥ ദാസന്മാരാകുന്നതിനു വേണ്ടിയല്ലാതെ ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അള്ളാഹു നിന്നെ പഠിച്ചത്, ഈ ഇരിക്കുന്ന ഓരോരുത്തരെയും പഠിച്ചത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി കരസ്ഥമാക്കുന്നതിനാണ്. അതിനാണ് നിന്നെ പഠിച്ചത്. അത് നീ മറക്കരുത്. ഈ യാത്ര അവിടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതുപോലെ സ്വർഗ്ഗക്കാർ അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ യാത്രയുടെ അവസാനത്തെ പ്രതിഫലങ്ങളിൽ ഒന്ന് അതാണ്, അല്ലെങ്കിൽ അവസാനത്തെ പ്രതിഫലം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗ്ഗക്കാർ അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുന്നതാണ്, തുരീദൂന ഷൈഅൻ അസീദുക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇനി കൂടുതലായി ഞാൻ നൽകേണ്ടതുണ്ടോ എന്ന് ലോകങ്ങളുടെ റബ്ബായ അള്ളാഹു ചോദിക്കും സ്വർഗ്ഗക്കാരോട്. തുരീദൂന ഷൈഅൻ അസീദുക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായി വേണ്ടതുണ്ടോ? സ്വർഗ്ഗക്കാർ അവർ പറയും, അലം തുബയ്യിദ് വുജൂഹന, അള്ളാഹുവെ നീ ഞങ്ങളുടെ മുഖം പ്രകാശമുള്ളതാക്കിയിരിക്കുന്നു, ഞങ്ങളുടെ മുഖങ്ങൾക്ക് തെളിച്ചം നൽകിയിരിക്കുന്നു. അലം തുദ്ഖിൽനൽ ജന്ന, അള്ളാഹുവെ നീ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ, ഞങ്ങളുടെ മുഖം നീ അള്ളാഹുവെ പ്രകാശമുള്ളതാക്കിയില്ലേ. വതുനജ്ജിന മിനന്നാർ, അള്ളാഹുവെ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ. ഇതൊക്കെ നീ ചെയ്തിരിക്കുന്നു. അവർ വേണ്ട എന്ന് പറഞ്ഞില്ല. അവർ പറഞ്ഞു, റബ്ബേ നീ ഇതെല്ലാം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി ഹദീസിൽ വന്നതുപോലെ അവിടുന്ന് പറഞ്ഞു, ഫയക്ഷിഫുൽ ഹിജാബ് ഫയുക്ഷഫുൽ ഹിജാബ്, അള്ളാഹു അവൻ്റെ മറ നീക്കുന്നതാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മറ നീക്കപ്പെടുന്നതാണ്. ഫയക്ഷിഫുൽ ഹിജാബ് ഫമാ ഉഅതു ഷൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദരി ഇലാ റബ്ബിഹിം അസ്സ വജൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തിരുവദനത്തിലേക്ക് നോക്കുക എന്നതിനേക്കാൾ പ്രിയങ്കരമായ മറ്റൊന്നും അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ടായിരിക്കുകയില്ല. അതാണ് ഈ യാത്രയുടെ പര്യവസാനമായി നമുക്ക് ലഭിക്കേണ്ടത്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചിലർ ചോദിച്ചതുപോലെ, എപ്പോഴാണ് ഒരു അടിമ അവൻ വിശ്രമിക്കുക, എപ്പോഴാണ് അവൻ്റെ വിശ്രമ സമയം? അദ്ദേഹം പറഞ്ഞു, അവൻ സ്വർഗത്തിൽ വെക്കുന്ന ആദ്യത്തെ കാൽവപ്പോടുകൂടിയാണ് അവൻ്റെ വിശ്രമമുള്ളത്. അവിടെയാണ് വിശ്രമിക്കാനുള്ളത്. ഇത് പണിയെടുക്കാനുള്ള സ്ഥലമാണ്, ഇത് അമലിനുള്ള സ്ഥലമാണ്. മുൻഗാമികൾ പറഞ്ഞതുപോലെ അൽ യൗമ അമലുൻ വല ഹിസാബ്, ഇന്ന് പ്രവർത്തനത്തിൻ്റെ ദിവസമാണ്, വിചാരണയുടെ ദിവസമല്ല. വഗദൻ അൽ ഹിസാബ് വല അമൽ, നാളെയാകട്ടെ പരലോകത്താകട്ടെ വിചാരണ മാത്രമാണുള്ളത്, അമലില്ല. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, പരലോകത്തെത്തിയാൽ ഒരു സദഖക്ക് വഴിയില്ല. ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ല വലാ ശഫാഅ, അവിടെ കച്ചവടങ്ങൾക്ക് വകുപ്പില്ല. അവിടെ ഇനി ഒരു അമൽ, ഒരു 2 റക്അത്ത് നിസ്കാരം പോലും ഇനി അധികരിപ്പിക്കാൻ, നിന്റെ അമലുകളിലേക്ക് കൂട്ടിച്ചേർക്കാൻ അവസരമില്ല. ഇവിടെ അവസരമുണ്ട്, ഇവിടെ അവസരമുണ്ട്. ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുക. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതുപോലെ, ദുനിയാവിനും ഇന്ന ലിദ്ദുനിയ ബനൂൻ വലിൽ ആഖിറതി ബനൂൻ,
ദുനിയാവിന് ചില സന്താനങ്ങളുണ്ട്, ആഖിറത്തിനും ചില സന്താനങ്ങളുണ്ട്. ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ വലാ തകൂനു മിൻ അബ്നാഇദ് ദുനിയ. നിങ്ങൾ ആഖിറത്തിൻ്റെ സന്താനങ്ങളാകുക. വലാ തകൂനു മിൻ അബ്നാഇദ് ദുനിയ. നിങ്ങൾ ദുനിയാവിൻ്റെ സന്താനങ്ങളാകരുത്. ഈ അവസരം, ഈ യാത്രയുടെ സന്ദർഭം അതിന് ഉപയോഗപ്പെടുത്താൻ സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ യാത്രയെക്കുറിച്ചാണ്, അതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് മനോഹരമായി കവിതയിൽ ഷെയ്ഖ് നാസിർ സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം വിവരിച്ചിട്ടുള്ളത്. ഈ കവിതയുടെ ആദ്യത്തെ വരിയിൽ അദ്ദേഹം പറഞ്ഞു: സഅദല്ലദീന തജന്നബു സുബുലർ റദ വതയമ്മമു ലിമനാസിൽ റിദ്വാനി. സഅദല്ലദീന തജന്നബു സുബുലർ റദ. സഅദ വിജയിച്ചിരിക്കുന്നു, സൗഭാഗ്യവാന്മാരായിരിക്കുന്നു, ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ആർക്കാണത്? അല്ലദീന തജന്നബു സുബുലർ റദ. വടികേടിൻ്റെ മാർഗങ്ങൾ അത് അകറ്റി നിർത്തിയവർ വിജയിച്ചിരിക്കുന്നു. വതയമ്മമു ലിമനാസിൽ റിദ്വാനി. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തൃപ്തിയുടെ പദവികൾ അത് ലക്ഷ്യം വെച്ചവർ അവർ വിജയിച്ചിരിക്കുന്നു. രണ്ട് കാര്യങ്ങൾ. ഇതാണ് വിജയത്തിൻ്റെ തുടക്കം, ഇതാണ് വിജയത്തിൻ്റെ ആരംഭം. ഇവിടെ നിന്നാണ് വിജയം ആരംഭിക്കുന്നത്, ഇവിടെ നിന്നാണ് രക്ഷ ആരംഭിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ശരിയായ വഴി തിരഞ്ഞെടുക്കുക എന്നതാണ്. അവിടെയാണ് വിജയത്തിൻ്റെ ആരംഭം. വിശുദ്ധ ഖുർആൻ നോക്കൂ നിങ്ങൾ. ഖുർആൻ ആരംഭിക്കുന്നത് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. സൂറത്തുൽ ഫാത്തിഹ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അതാണ്, അവിടെയാണ് വിജയം ആരംഭിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നേരായ വഴിയിലേക്ക് അല്ലാഹുവേ നീ ഞങ്ങളെ നയിക്കണമേ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. ഏതാണ് ആ വഴി? അല്ലാഹു നീ അനുഗ്രഹിച്ചവരുടെ വഴിയാണ്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. അദ്ദേഹം പറഞ്ഞ കാര്യമാണത്. കോപിക്കപ്പെട്ടവരുടെ വഴിയല്ല, വഴി തെറ്റിയ ബാല്യങ്ങളുടെ, തെറ്റിപ്പോയ ആളുകളുടെ മാർഗവുമല്ല. നോക്കൂ, അദ്ദേഹം പറഞ്ഞ വാക്ക് നോക്കൂ. ഇവിടെയാണ് വിജയത്തിൻ്റെ തുടക്കം, ഇവിടെയാണ് രക്ഷയുടെ ആരംഭം. നിന്റെ വഴി, തിരഞ്ഞെടുത്ത വഴി ശരിയാവുക. ഒന്നാമത് തുടക്കം പറയുകയാണെങ്കിൽ ഒരാൾ മുസ്ലിം ആവുക, ഒരാൾ ഇസ്ലാമിൻ്റെ വഴിയിലാവുക, കുഫറിൻ്റെ വഴിയിലാകരുത്. നാട്ടിൽ, ഭൂമിയിൽ നാനാതരത്തിലുള്ള മതങ്ങളുണ്ട്, ആദർശങ്ങളുണ്ട്, വഴികളുണ്ട്, ചിന്താധാരകളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. ഈ എണ്ണമില്ലാത്ത വഴികളിൽ നിന്ന് നീ ഇസ്ലാമിൻ്റെ വഴി തിരഞ്ഞെടുക്കുക. അവിടെയാണ് വിജയത്തിൻ്റെ ആരംഭം. അദ്ദേഹം കവിതയിൽ പറഞ്ഞു നോക്കൂ നിങ്ങൾ. തജന്നബു സുബുലർ റദ വതയമ്മമു ലിമനാസിൽ റിദ്വാനി. വടികേടിൻ്റെ, നാശത്തിൻ്റെ മാർഗങ്ങൾ അകറ്റി നിർത്തുക. യഹൂദിയത്ത്, നസ്രാനിയത്ത്, ഹിന്ദുമതം, ജൈനമതം, ബുദ്ധമതം, അതല്ലെങ്കിൽ ഇസങ്ങൾ, കമ്മ്യൂണിസം, സോഷ്യലിസം, ലിബറലിസം, ഫെമിനിസം, ഇതെല്ലാം നീ അകറ്റി നിർത്തുക. വഴികേടിൻ്റെ മാർഗങ്ങൾ അതിനു മാത്രമുണ്ട്. എന്നിട്ട് നീ അള്ളാഹുവിൻ്റെ വഴി തിരഞ്ഞെടുക്കുക. അസ്സറാത്തൽ മുസ്തഖീം. ശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ وأن هذا صراطي مستقيما فاتبعوه. ഇതാകുന്നു എൻ്റെ സിറാത്തുൽ മുസ്തഖീം. അള്ളാഹു ഖുർആനിൽ അവതരിപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്, അവിടുത്തെ സഹാബികൾ കാണിച്ചത്. وأن هذا صراطي مستقيما. ഇതാകുന്നു എൻ്റെ നേരായ വഴി. ഫത്തബിഊഹു. നിങ്ങൾ ഈ വഴി പിൻപറ്റുക. വലാ തത്തബിഉ സുബുൽ. ഇതിനപ്പുറത്തുള്ള വിഭിന്നങ്ങളായ വഴികൾ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. നിനക്ക് വിജയിക്കണമോ, നീ ആദ്യം നിന്റെ വഴി ശരിയാക്കുക, നീ പ്രവേശിച്ചിരിക്കുന്ന മാർഗം ശരിയാക്കുക. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ചോദിച്ചു, മാ സിറാത്തുൽ മുസ്തഖീം, എന്താണ് സിറാത്തുൽ മുസ്തഖീം? അദ്ദേഹം പറഞ്ഞു, തറക്കന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല അദ്നാ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വിട്ടേച്ചു പോയ വഴിയാണത്, അവിടുന്ന് ഞങ്ങൾ കേൾപ്പിച്ചു തന്ന മാർഗമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയായിരുന്നു അവിടെ നിൽക്കുക എന്നതാണത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ വഴിയുടെ അറ്റം ഇത് ചെന്ന് അവസാനിക്കുന്നത് സ്വർഗത്തിലാണ്. നിന്റെ വഴി നീ തിരഞ്ഞെടുക്കുക.
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദിൻ്റെ ഹദീസിൽ തന്നെ വന്നതുപോലെ ഖത്ത ലനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തൻ വഖത്ത അൻ യമീനിഹി വഅൻ ശിമാലിഹി ഖുതൂതൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കൊരിക്കൽ ഒരു നേരായ വര വരച്ച് കാണിച്ചു തന്നു. എന്നിട്ട് അതിൻ്റെ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും അവിടുന്ന് വേറെ ചില വരകൾ വരച്ചു. നേരായ വഴി കാണിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഹാദാ സിറാത്തുല്ലാഹ്, ഇതാകുന്നു അള്ളാഹുവിൻ്റെ മാർഗം, ഇസ്ലാമിൻ്റെ മാർഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലകൊണ്ട മാർഗം, സഹാബികൾ നിലകൊണ്ട മാർഗം. അതാകും, അത് തിരഞ്ഞെടുക്കുക. സഹോദര, സ്വർഗമാണോ ലക്ഷ്യം? അത് തിരഞ്ഞെടുക്കുക. അതിനപ്പുറത്തേക്ക് പോകരുത്. അതാരെല്ലാം പറഞ്ഞാലും, എല്ലാവരും പറഞ്ഞാലും, ആര് എത്ര വലിയ ആൾ പറഞ്ഞാലും, എത്ര അധികം ആളുകൾ പറഞ്ഞാലും, എത്ര മനോഹരമായി പറഞ്ഞാലും, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാർഗത്തിന് വിരുദ്ധമായ ഒരു മാർഗം തിരഞ്ഞെടുക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുമുള്ള വഴി കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഹാദിഹി സുബുൽ, ഇതാകുന്നു വ്യത്യസ്തങ്ങളായ വഴികൾ, വിഭിന്നങ്ങളായ മാർഗങ്ങൾ. വഅലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്താനുൻ യദ്ഉ ഇലൈഹി, ഈ ഓരോ വഴികളുടെയും തുടക്കത്തിൽ പിശാച് അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കാനായി കാത്തിരിക്കുന്നുണ്ട്. നീ നേരെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നിന്നെ ഈ വഴിയിൽ നിന്ന് തെറ്റിക്കാനുള്ള മാർഗങ്ങൾ ധാരാളം ഉണ്ടായിരിക്കും. പക്ഷെ നീ അവിടേക്ക് പോകരുത്, നീ ശ്രദ്ധിക്കണം. അപ്പൊ തുടക്കം, നിന്റെ വിജയത്തിന്റെ ആരംഭം ഇതിലാണ്. നേരായ മാർഗം നീ തിരഞ്ഞെടുക്കുന്ന വഴി തെറ്റിപ്പോകരുത്. പണ്ട് ആളുകൾ പറയാറുള്ളതുപോലെ, കോഴിക്കോട് പോകാൻ ഉദ്ദേശിക്കുന്നവൻ തിരുവനന്തപുരത്തേക്കുള്ള ബസ്സിൽ കയറിയാൽ അവൻ്റെ വഴിയിലെത്തുകയില്ല. അവൻ്റെ ലക്ഷ്യം എങ്ങോട്ടാണ് എന്നത് അവൻ മനസ്സിലാക്കുകയും ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ശരിയായ യാത്രാ സംഘത്തിൽ അല്ലെങ്കിൽ യാത്രാ വഴിയിൽ അവൻ പ്രവേശിക്കുകയും വേണം. ഒന്നാമത്തെ കാര്യം ഇസ്ലാമാണ്. ഇസ്ലാമിൽ പ്രവേശിച്ചാലോ ഖലാസ് കഴിഞ്ഞോ? ഇല്ല. ഇതിനുള്ളിലുണ്ട് കുറേ വഴികൾ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇഫ്തറഖത്തിൽ യഹൂദു അലാ 71 മില്ല വഫ്തറഖത്തിൽ നസാറ അലാ 72 മില്ല. യഹൂദർ 71 കക്ഷികളായി ഭിന്നിച്ചു, നസാറാക്കൾ 72 കക്ഷികളായി ഭിന്നിച്ചു. വസതഫ്തറിഖു ഉമ്മത്തി അലാ 73 മില്ല, എൻ്റെ ഉമ്മത്തി 73 കക്ഷികളായി ഭിന്നിക്കുന്നതാണ്. കുല്ലുഹാ ഫിന്നാർ ഇല്ലാ വാഹിദ. ശരി, എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ് എന്നതുകൊണ്ട് അവർ ഭിന്നിച്ചവരെല്ലാം നേരായ വഴിയിലാണോ? അല്ല. കുല്ലുഹാ ഫിന്നാർ, എല്ലാം നരകത്തിലാണ്. ഇല്ലാ വാഹിദ, ഒരൊറ്റ വഴി ഒഴികെ. ഏതാണ് ആ വഴി? അല്ലാഹുവിൻ്റെ റസൂലേ, ഹുമ്മ അന അലൈഹി അൽയൗമ വസ്ഹാബി, ഞാനും എൻ്റെ സഹാബികളും എവിടെ നിന്നു അവിടെയാണത്. ആ മാർഗം തിരഞ്ഞെടുക്കുക. അവർക്ക് നല്ലതാണോ? അത് നിനക്ക് നല്ലതാണ്. അവർക്ക് നല്ലതായി ബോധ്യപ്പെട്ടിരുന്നില്ലേ? അത് നിനക്കും നല്ലതല്ല, എത്ര നന്നായി നിനക്കത് തോന്നിയാലും. സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം, നിന്റെ വഴി നീ ശരിയാക്കുക. ഇസ്ലാമിൻ്റെ വഴി തിരഞ്ഞെടുക്കുക. കുഫറിൻ്റെ വഴി തിരഞ്ഞെടുക്കരുത്, ഷിർക്കിൻ്റെ വഴി തിരഞ്ഞെടുക്കരുത്, യഹൂദരുടെ വഴി തിരഞ്ഞെടുക്കരുത്, നസാറാക്കളുടെ വഴി തിരഞ്ഞെടുക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, യഹൂദ നസാറാക്കൾ അവർക്കുമേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ, അവർ അവരുടെ നബിമാരുടെ ഖബ്റുകളെ മസ്ജിദുകളാക്കി. നീ ആ വഴി തിരഞ്ഞെടുക്കരുത്. നീ അള്ളാഹുവിൻ്റെ വഴി തിരഞ്ഞെടുക്കുക, നബിമാരുടെ വഴി തിരഞ്ഞെടുക്കുക. ഇസ്ലാമിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ബിദ്അത്തിന്റെ വഴി നീ തിരഞ്ഞെടുക്കരുത്. അള്ളാഹുവിൻ്റെ റസൂലും പഠിപ്പിക്കാത്തത്, സഹാബികൾക്ക് പരിചിതമല്ലാത്ത ഒരു കാര്യം നീ തിരഞ്ഞെടുക്കരുത്. അത് ഏത് ചെറുതോ വലുതോ ആയ കാര്യത്തിലോ, ദീനിൻ്റെ കാര്യമാണോ, അത് സഹാബികൾക്ക് പരിചയമില്ലാത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത്, അള്ളാഹു ഖുർആനിൽ പറയാത്തത് നീ സ്വീകരിക്കരുത്. കഴിഞ്ഞില്ല. ഇസ്ലാമിൻ്റെ വഴിയിലേക്ക് പ്രവേശിച്ചാൽ, സുന്നത്തിൻ്റെ വഴിയിലേക്ക് പ്രവേശിച്ചാൽ, സൽക്കർമ്മികളുടെ വഴി നീ തിരഞ്ഞെടുക്കുക, ധിക്കാരികളുടെ വഴി നീ തിരഞ്ഞെടുക്കരുത്. ഒരാൾ ബിദ്അത്ത് ഒഴിവാക്കി, ഖലാസ് കഴിഞ്ഞോ? ഇല്ല, ഇനിയുമുണ്ട്. നീ ഹറാമിൻ്റെ വഴിയിലാകരുത്. നിന്റെ സമ്പാദ്യം ശുദ്ധമായിരിക്കണം, നിന്റെ പ്രവർത്തനങ്ങളിൽ വിശുദ്ധി ഉണ്ടായിരിക്കണം, നിന്റെ ബന്ധങ്ങൾ ശുദ്ധമായിരിക്കണം, ഹറാമായ ബന്ധമുണ്ടാകരുത്, വ്യഭിചാരത്തിൻ്റെ ആളാകരുത്. വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, നിങ്ങൾ ഒരിക്കലും വ്യഭിചാരത്തോട് അടുത്തു പോകരുത്, പലിശയുടെ വഴി സ്വീകരിക്കരുത്. ഒരാൾ സുന്നത്തിലേക്ക് പ്രവേശിച്ചു, ഖലാസ് കഴിഞ്ഞോ? ഇല്ല. ചില ആളുകൾ അങ്ങനെയാണ്, സുന്നത്തിലേക്ക് ഖലാസ് കഴിഞ്ഞു, അങ്ങനെയല്ല. അതിനുശേഷം ഹറാമിൻ്റെ വഴികൾ അവൻ തിരഞ്ഞെടുക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കുന്നതിൻ്റെ വഴി അവൻ തിരഞ്ഞെടുക്കുക. ഗാഫിലീങ്ങളുടെ വഴി തിരഞ്ഞെടുക്കരുത്. അശ്രദ്ധമായി ജീവിക്കുന്നവരുടെ വഴിയിലാകരുത്. തിന്നുകയും കുടിക്കുകയും
തമാശ പറയുകയും രസിക്കുകയും സുഖിക്കുകയും മാത്രം ചെയ്യുന്നവൻ്റെ വഴിയിലാകരുത്. വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിനെ മറന്നുപോയ ഒരു വിഭാഗത്തെ പോലെ ആകരുത്. അള്ളാഹു അവരുടെ കാര്യം അവർക്ക് മറപ്പിച്ച് കളഞ്ഞു. അങ്ങനെ ആകരുത്. ഗഫ്ലത്തിൻ്റെ ആളുകളാകരുത്, ഇഖ്വത്തിൻ്റെ ആളുകളാകുക. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നീ ഗഫ്ലത്തിലാകരുത്, അശ്രദ്ധയിലാകരുത്. നീ അള്ളാഹുവിനെ അനുസരിക്കുന്നവരുടെ വഴിയിലാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്നവരുടെ വഴിയിലാവുക. അള്ളാഹുവിനെ അനുസരിക്കുന്നവരുടെ വഴിയിൽ നീ ആവുക. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരുടെ വഴിയിലാകാൻ പാടില്ല. കഴിഞ്ഞോ? ഇല്ല. നീ സാലിഹീങ്ങളുടെ മാർഗത്തിലാവുക. നീ നല്ല സ്വഭാവമുള്ളവരുടെ മാർഗത്തിലാവുക, ധിക്കാരികളുടെ മാർഗത്തിലാകരുത്. ഓരോ വഴിയിലും നോക്കൂ നിങ്ങൾ. ഓരോ വഴിയിലും പ്രവേശിക്കാൻ അടുത്ത വഴികളുണ്ട്, അടുത്ത പടികളുണ്ട്. ആ പടികളെക്കുറിച്ച് വിസ്മരിക്കാൻ പാടില്ല എന്ന് സഹോദരങ്ങളെ നാം ഓർക്കേണ്ടതുണ്ട്. ഹറാമിൻ്റെ വഴികൾ ഉപേക്ഷിക്കുക, ഹലാലിൻ്റെ വഴി സ്വീകരിക്കുക. ധിക്കാരത്തിൻ്റെ വഴി ഉപേക്ഷിക്കുക, അനുസരണത്തിൻ്റെ വഴി സ്വീകരിക്കുക. സഹാബത്തിൻ്റെ വഴി സ്വീകരിക്കുക, പിൽക്കാലക്കാരുടെ വഴി ഉപേക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതുപോലെ ഖൈറുന്നാസി ഖർനി സുമ്മ അല്ലദീന യലൂനഹും സുമ്മ അല്ലദീന യലൂനഹും. ഏറ്റവും നല്ല തലമുറ എൻ്റെ തലമുറയാണ്, പിന്നെ അതിനുശേഷമുള്ളത്, പിന്നെ അതിനുശേഷം അവരുടെ വഴി സ്വീകരിക്കുക. അതിനുശേഷം സുമ്മ യഖ്ലുഫു ഖൗമുൻ, പിന്നീടൊരു വിഭാഗം ആളുകൾ വരും. അവരുടെ അവസ്ഥ എന്താണ്? അവർ സാക്ഷ്യം വഹിക്കാൻ അവരോട് ആവശ്യപ്പെടുന്നതിന് മുൻപേ സാക്ഷ്യം വഹിക്കും. അവരിലാണ് ഭക്ഷണം കഴിക്കുന്നത് അധികരിപ്പിക്കുന്നതിനാൽ അവരിലാണ് അതിൻ്റെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുക. അപ്പോൾ ആ വഴി നീ സ്വീകരിക്കരുത്. സഹാബത്തിൻ്റെ വഴി സ്വീകരിക്കുക, നന്മ ചെയ്തവരുടെ മാർഗം സ്വീകരിക്കുക, ഇഖ്ലാസിൻ്റെ വഴി സ്വീകരിക്കുക, പൊങ്ങച്ചത്തിൻ്റെയും റിയാഇൻ്റെ വഴി സ്വീകരിക്കരുത്. അതുപോലെ തന്നെ ആഖിറത്തിൻ്റെ ആളുകളുടെ വഴിയിലാവുക, അല്ലാത്തവരുടെ വഴിയിലാവുക. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും നേരായ വഴി സ്വീകരിക്കുക. ഇന്ന ഹദൈനാഹു സബീൽ ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. നാം അവന് മാർഗം കാണിച്ചു കൊടുത്തിരിക്കുന്നു. ഇമ്മാ ശാകിറ, ഒന്നല്ലെങ്കിൽ നിനക്ക് നന്ദിയുള്ളവനാകാം, വ ഇമ്മാ കഫൂറ, അതല്ലെങ്കിൽ അങ്ങേറ്റം നന്ദി കെട്ടവനാകാം. ഏതു വഴിയാണ് നീ തിരഞ്ഞെടുക്കുന്നത്? തീരുമാനിക്കുക. ഒരു വഴി തിരഞ്ഞെടുക്കുക. ആ വഴി തിരഞ്ഞെടുത്താൽ ഉറച്ചു നിൽക്കുക, തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് പോരുത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖുർആൻ പഠിച്ച ഖുറാകളെ കാണുമ്പോൾ പറയാറുണ്ടായിരുന്നു, യാ മാശറൽ ഖുറാ ഇസ്തഖീമു വലാ തഅവജ്ജു. ഖുർആൻ പഠിച്ചവരെ, നിങ്ങൾ നേരായ വഴിയിൽ നിൽക്കുക, വളഞ്ഞു പോകരുത്. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ ചെരിഞ്ഞു പോകരുത്. അവിടെ നിൽക്കുക, നിന്നെടുത്ത് നിൽക്കുക. ഖിഫ് ഹൈസു വഖഫൽ ഖൗം. മുൻഗാമികൾ പറഞ്ഞതുപോലെ സഹാബികൾ എവിടെ നിന്നു അവിടെ നിൽക്കുക, അതിനപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ചെരിക്കരുത്. ഒന്ന് പോയി നോക്കട്ടെ, ഒന്ന് തുറന്നു നോക്കട്ടെ, ആ മാർഗം എന്താണെന്നൊന്ന് പരിശോധിക്കട്ടെ, ഒന്ന് അനുഭവിച്ചു നോക്കട്ടെ. അതിൽ സുഖമുണ്ട് എന്നാണല്ലോ ആളുകൾ പറയുന്നത്, അതിൽ ആസ്വാദനമുണ്ട് എന്നാണല്ലോ പറയുന്നത്. ഇന്ന് ആളുകൾ ദീനിൻ്റെ വഴികൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇതൊക്കെയാണ് പലപ്പോഴും പരിശോധിക്കുക. മനസ്സിൻ്റെ സുഖം എന്താണ്, എൻ്റെ വികാരങ്ങളെ തൃപ്തിപ്പെടുത്തുന്നു, എൻ്റെ സഹാബത്ത് നിലകൊണ്ട മാർഗമാണ് നിനക്ക് ഏറ്റവും നല്ലത്. അതിൽ നീ ധാരാളം വെയിൽ കൊള്ളേണ്ടി വന്നാലും, അതിൽ നീ ധാരാളം പ്രയാസം അനുഭവിക്കേണ്ടി വന്നാലും, മുൻഗാമികളിൽപ്പെട്ട ചിലർ പറഞ്ഞതുപോലെ അലൈക ബിതരീഖിൽ ഹഖി, നീ സത്യത്തിൻ്റെ വഴി മുറുകെ പിടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തമസ്സകു ബിഹാ വഅദ്ദു അലൈഹ ബിന്നവാജിദ്, നീ സത്യത്തിൻ്റെ സുന്നത്തിൻ്റെ മാർഗം തമസ്സകു ബിഹാ, നീ അതിനെ മുറുകെ പിടിക്കുക. വഅദ്ദു അലൈഹ ബിന്നവാജിദ്, നിന്റെ അണപ്പല്ലുകൾ കൊണ്ട് നീ അതിനെ കടിച്ചു പിടിക്കുക. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും പുറകോട്ട് പോരുത്. ആരൊക്കെ എതിർക്കുമെന്ന് തോന്നിയാലും, ആരൊക്കെ ചുറ്റും നിന്ന് അകന്നു പോകുമെന്ന് പിടിച്ചു നിൽക്കുക. ഇത് കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അവസാനം വെച്ച് നീ നശിപ്പിക്കരുത്. കുറച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാനുണ്ട്. ക്ഷമിക്കുക. അലൈക ബിതരീഖിൽ ഹഖ് വലാ തസ്തൗഹിഷ് മിൻ ഖില്ലത്തി സാലികീൻ, ആ വഴിയിൽ പ്രവേശിച്ചവരുടെ കുറവ് കാരണത്താൽ നീ എന്ത് ചെയ്യരുത്? ആ വഴിയോട് അകൽച്ച കാണിക്കരുത്. നിനക്കതിനോട് വെറുപ്പുണ്ടാകരുത്. ആരുമില്ല. നീ പലിശ ഒഴിവാക്കിയാൽ,
നീ വിചാരത്തിൽ അകന്നു നിന്നാൽ, നീ സംഗീതം ഉപേക്ഷിച്ചാൽ, നീ ബിദ്അത്തുകൾ അകറ്റി നിർത്തിയാൽ, നീ തൗഹീദിനെ പിടിച്ചാൽ, തൗഹീദ് മുറുകെ പിടിച്ചാൽ ആളുകൾ നിന്നെ സ്വീകരിക്കില്ല. നിനക്ക് ഇപ്പോൾ കുടുംബത്തിൽ ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കാനുണ്ടാവുകയില്ല. നീ വരുന്നത് തന്നെ ആളുകൾക്ക് ചിലപ്പോൾ പ്രയാസമായിരിക്കും. പക്ഷേ ആ വഴിയിൽ നിന്ന് അകന്നു പോകരുത്. നീ സുന്നത്തിൻ്റെ മാർഗം മുറുകെ പിടിച്ചാൽ ആളുകൾ പറയും, എൻ്റെ കോലം കണ്ടില്ലേ, എന്തൊരു കോലമാണ് നിൻ്റെ. പക്ഷേ നീ അന്ന് പുറകോട്ട് പോകരുത്. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞില്ലേ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥന അവിടെ ഒരാൾ നിർത്തിയിരുന്നെങ്കിൽ ആ പ്രാർത്ഥന പൂർണ്ണമാണ്, ദുആ പൂർണ്ണമായി. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലേ, സിറാത്തൽ മുസ്തഖീമിലേക്ക് എന്നെ നയിക്കണം, ഖലാസ്, ദുആ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അവൻ ഉദ്ദേശിക്കുന്ന കാര്യം അവൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിർത്തിയില്ല. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണത് എന്ന് പ്രത്യേകം പറയിപ്പിച്ചത് എന്തിനാണ്? ചില പണ്ഡിതന്മാർ പറഞ്ഞു, നീ ഈ വടിയിൽ ഒറ്റക്കാണെന്ന് നിനക്ക് തോന്നിയാലും നീ ഓർക്കുക, ഈ വടി അല്ലാഹു അനുഗ്രഹിച്ചവർ നടന്നുപോയ വടിയാണ്. കുറച്ചങ്ങ് നടന്നെത്തിയാൽ ഞാൻ അവരെ കാണും. അതുകൊണ്ട് ഈ വടിയിൽ നീ ഒറ്റപ്പെടൽ അനുഭവിക്കരുത്. അതിനുവേണ്ടിയാണ് ഇത് പറഞ്ഞത്. നോക്കൂ, നേരായ മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ കാര്യം കൊണ്ടാണ് പറഞ്ഞത്, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, ഒരൊറ്റ കാര്യം, ഒരു വിഭാഗം. എന്നാൽ വടികേടിന്റെ കാര്യം പറഞ്ഞപ്പോഴോ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, യഹൂദരും നസാറാക്കളും ഉദാഹരണം എന്ന് പറയാവുന്ന രൂപത്തിൽ കോപിക്കപ്പെട്ടവരുടെ വടി തെറ്റിയ, അതിൽ കുറേ ആൾക്കാരുണ്ട്, അതിൽ ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് അവർ പറയാറുണ്ടായിരുന്നു, മുൻഗാമികൾ അവർ പറയാറുണ്ടായിരുന്നു, വലാ തഗ്തറ ബികസ്റതിൽഹ വഇയ്യാക വതുറുഖ അദ്ദലാല, നീ വടികേടിന്റെ മാർഗങ്ങളെ സൂക്ഷിക്കുക. വലാ തഗ്തറ ബികസ്റതിൽ ഹാലികീൻ, അതിൽ പ്രവേശിച്ച് നശിച്ചുപോയവരുടെ എണ്ണത്തിൽ ആധിക്യം കണ്ട് നീ വഞ്ചിതനാകരുത്. ധാരാളം ആൾക്കാരുണ്ടാവും, പക്ഷെ അത് കണ്ട് നീ വഞ്ചിതനാകരുത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഹക്ക് വളരെ ആളുകളുടെ അരികിൽ വിരളമായി കൊണ്ടിരിക്കുന്ന, അത് സ്വീകരിക്കുന്ന ആളുകൾ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് സഹോദര, വിജയമാണോ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ ഒന്നാമത്തെ കാൽവെപ്പിതാണ് നേരായ വഴി തിരഞ്ഞെടുക്കുക. നേരായ വഴി തിരഞ്ഞെടുക്കണമെങ്കിൽ നേരായ വഴി പഠിക്കണം. നേരായ വഴി പഠിച്ചാൽ മാത്രം മതിയോ? ഇല്ല. എത്ര ആൾക്കാർ പഠിച്ചിട്ടുണ്ട്, എത്ര ആൾക്കാർക്ക് തൗഹീദ് അറിയാം. അത് പ്രാവർത്തികമാക്കണം. പ്രാവർത്തികമാക്കിയാൽ മാത്രം പോരാ. പ്രാവർത്തികമാക്കുന്ന പലരും കുറച്ചങ്ങ് മുന്നോട്ട് പോയാൽ ചിലപ്പോൾ ആൾക്കാരെ എതിർപ്പ് കാരണത്താൽ അല്ലെങ്കിൽ മടുപ്പ് കാരണത്താൽ അത് ഉപേക്ഷിച്ചു പോകും. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ നോക്കൂ, സഹാബികൾ അവർ പറയാൻ, ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ച് 2-3 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഖുർആനിൽ അള്ളാഹു അവതരിപ്പിച്ച ഒരായത്തുണ്ട്, സൂറത്തു അൽ ഹദീദിൽ ആയത്ത്. അള്ളാഹു പറഞ്ഞു, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. ഇസ്ലാം സ്വീകരിച്ച് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അള്ളാഹു അവതരിപ്പിച്ച ആയത്താണത്. സഹാബികളോടാണ് അള്ളാഹു പറയുന്നത്. എന്താ പറഞ്ഞത്? അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ ദിക്ർ കേൾക്കുമ്പോൾ ഹൃദയങ്ങൾ ഭയഭക്തിയുള്ളതാകാൻ മുഅ്മിനീങ്ങൾക്ക് സമയമായില്ലേ? അവർക്ക് സമയമായിട്ടില്ലേ? എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ദിക്ർ അവരുടെ ഹൃദയങ്ങൾക്ക് ഖുശൂഅ് ഉണ്ടാക്കാത്തത്? അള്ളാഹു അവതരിപ്പിച്ച ഹക്ക് അവരുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കുന്നില്ലേ? വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ, മുൻപ് വേദം നൽകപ്പെട്ടവരെ പോലെ അവരാകാതിരിക്കേണ്ടതില്ലേ? എന്താണ് അവർക്ക് പറ്റിയത്? ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും, കാലം കുറച്ചങ്ങ് നീങ്ങിയപ്പോൾ, എത്ര കാലമായി നിസ്കരിക്കുന്നു, എത്ര കാലമായി ഖുർആൻ കേൾക്കുന്നു, എത്ര കാലമായി ദിക്ർ ചൊല്ലുന്നു, വർഷങ്ങൾ നീണ്ടുപോയപ്പോൾ ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. എന്താ ഹൃദയം കടുത്തുപോകാനുള്ള കാരണം? കസീറു മിൻഹും ഫാസിഖൂൻ, അവർ തിന്മ ചെയ്തിരുന്നു, ഫാസിഖീങ്ങളായിരുന്നു. അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലെ അള്ളാഹുവിനോടുള്ള ഭയമില്ലാതെയാക്കി കളയും. ഖുർആൻ ഓതുമ്പോൾ ഹൃദയത്തിനത് സ്വാധീനമുണ്ടാക്കുന്നില്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ കലാം നിങ്ങൾക്ക് മധുരമാകുന്നില്ലെങ്കിൽ, അത് നിങ്ങൾക്ക് രുചിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഖുർആൻ എത്ര കേൾക്കുന്നതും ഹൃദയത്തെ ചലിപ്പിക്കുന്നില്ലെങ്കിൽ അറിയുക, ഹൃദയം മരണപ്പെട്ടിട്ടുണ്ട്.
അതുകൊണ്ട് സഹോദര, സത്യത്തിൻ്റെ വഴി അറിയണം, പഠിക്കണം, അമൽ ചെയ്യണം, സബർ കാണിക്കണം, ക്ഷമിക്കണം. ഇതിൽ മുന്നോട്ട് പോകാൻ ക്ഷമ വേണം. ഇത് തുടങ്ങാൻ ചിലപ്പോൾ എളുപ്പമാണ്, ആവേശമുണ്ടായിരിക്കും. പക്ഷെ ഇത് കുറച്ച് മുന്നോട്ട് പോയാൽ ഇതിൽ തന്നെ പിടിച്ചു നിൽക്കാൻ സബർ വേണം, ക്ഷമ വേണം. സബർ നഷ്ടപ്പെടരുത്. ഇതുപോലെ തന്നെയാണ് വടികേടിൻ്റെ മാർഗങ്ങൾ. ഇതേ കാര്യം വടികേടിൻ്റെ കാര്യം പഠിക്കണം, പ്രവർത്തിക്കണം, സബർ കാണിക്കണം. ഇതേ കാര്യം വടികേടിൻ്റെ മാർഗങ്ങളിലുമുണ്ട്. വടികേടിൻ്റെ മാർഗങ്ങൾ പഠിക്കണം. ഷിർക്കിനെ കുറിച്ച് പഠിക്കണം, ബിദ്അത്തിനെ കുറിച്ച് പഠിക്കണം, ഹറാമുകളെ കുറിച്ച് പഠിക്കണം, ചീത്ത സ്വഭാവങ്ങളെ കുറിച്ച് പഠിക്കണം. എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത്? നന്മ പഠിച്ചത് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ ഇത് പഠിച്ചതിന് വേണ്ടി, ഇത് ഉപേക്ഷിക്കാൻ വേണ്ടി. തിന്മകൾ പഠിക്കണം, തിന്മയുടെ വഴികൾ പഠിക്കണം. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നത് പോലെ കാന അന്നാസു യസ്അലൂന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈർ വകുൻതു അസ്അലുഹു അനിശ് ശർ മഖാഫത അൻ യുദ്രികനി. ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നന്മയെക്കുറിച്ചായിരുന്നു ചോദിക്കാറുണ്ടായിരുന്നത്, പക്ഷേ ഞാൻ അവിടുത്തോട് ചോദിക്കാറുണ്ടായിരുന്നത് തിന്മയെക്കുറിച്ചായിരുന്നു. മഖാഫത അൻ യുദ്രികനി, ആ തിന്മയെങ്ങാനും എന്നെ പിടികൂടുമോ എന്ന ഭയം കാരണത്തിൽ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മനോഹരമായ വാക്കുകളിൽ ഒന്നാണ്, അദ്ദേഹം പറഞ്ഞു, ഇന്നമാ തുൻഖദു ഉറൽ ഇസ്ലാമി ഉർവതൻ ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅരിഫുൽ ജാഹിലിയ്യ. ജാഹിലിയ്യത്ത് എന്താണ്? എന്താ ജാഹിലിയ്യത്ത് എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഇസ്ലാമിൻ്റെ കാലം ആകുന്നതിന് മുൻപ്, അവിടത്തേക്ക് ഇസ്ലാം വന്നെത്തുന്നതിന് മുൻപ് മക്കയിലെ മുശ്രിക്കുകൾ ഏതു വടിയിലായിരുന്നു, ആ വടിക്കാണ് ജാഹിലിയ്യത്ത് എന്ന് പറയുന്നത്. ആ വടി എന്താണെന്ന് അറിയാത്തവർ ഇസ്ലാമിൽ വളർന്നു വന്നു കഴിഞ്ഞാൽ അതോടുകൂടി ഇസ്ലാമിൻ്റെ കണ്ണികൾ ഓരോന്നോരോന്നായി അടിഞ്ഞടിഞ്ഞ് ഇല്ലാതെയാകും. അപ്പോൾ സഹോദരങ്ങളെ, വടികേടിൻ്റെ മാർഗങ്ങൾ പഠിക്കണം, ഉപേക്ഷിക്കണം. ഖലാസ് കഴിഞ്ഞോ? ഇല്ല. ചില പറഞ്ഞു ഇൽമൻ വതർക്കൻ വജ്തിനാബൻ. കേവലം ഉപേക്ഷിച്ചാൽ മാത്രമല്ല, മറിച്ചോ അതിനെ അകറ്റി നിർത്തണം. അതിൻ്റെ വടികളിൽ നിന്ന്, അതിൻ്റെ ആളുകളിൽ നിന്ന് നീ അകലം പാലിക്കണം. നീ അതിൻ്റെ ആൾക്കാരോട് കൂടി നടന്നാലോ, നീ അതിൻ്റെ ആൾക്കാരുടെ ഒപ്പമായാലോ നീ ചിലപ്പോൾ അതിലേക്ക് അകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശരി, അപ്പോൾ ഇതാണ് ഒരാളുടെ അള്ളാഹുവിലേക്കുള്ള യാത്രയുടെ ആരംഭം. ഒന്നാമത്തെ സ്റ്റെപ്പാണിത്. രണ്ടാമത്തെ കാര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഫഹുമുല്ലദീന അഖ്ലസു ഫീ മശീഹിം മുതശർരിഈന ബിശിർഅത്തിൽ ഈമാനി. ഫഹുമുല്ലദീന അഖ്ലസു ഫീ മശീഹിം മുതശർരിഈന ബിശിർഅത്തിൽ ഈമാനി. അവർ ഈ വഴിയിൽ പ്രവേശിച്ചു, ഇസ്ലാമിലായി, സുന്നത്തിലായി, നന്മയുടെ വഴിയിലായി. തിന്മയുടെ വഴി ഉപേക്ഷിച്ചു, ശിർക്കിൻ്റെ വഴി ഉപേക്ഷിച്ചു, ഖലാസ്. ഇനി അവർ ആ വഴിയിൽ പ്രവേശിച്ചാൽ, അല്ലെങ്കിൽ ആ വഴിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെയും അവർ ശ്രദ്ധിക്കേണ്ട രണ്ടു കാര്യങ്ങളുണ്ട്. എന്താണത്? ഫഹുമുല്ലദീന അഖ്ലസു ഫീ മശീഹിം. അവരുടെ നടത്തം, ആ നടത്തം ഇഖ്ലാസുള്ള നടത്തമാണ്. അത് ഇഖ്ലാസുള്ള നടത്തം അള്ളാഹുവിന് വേണ്ടിയുള്ള നടത്തമാണ്. ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയല്ല, ആളുകൾ പറയുന്നതിന് വേണ്ടിയല്ല, ആളുകൾക്കിടെ പ്രശസ്തി ലഭിക്കുന്നതിന് വേണ്ടിയല്ല. അവർ ആ നടത്തം നടക്കുന്നത്, അവർ ഇസ്ലാം സ്വീകരിച്ചത്, അവർ സുന്നത്തിൻ്റെ വഴി സ്വീകരിച്ചത്, അവർ ഹലാൽ ചെയ്യുന്നത്, അവർ നന്മകൾ പ്രവർത്തിക്കുന്നത്, അവർ ദിക്ർ അധികരിപ്പിക്കുന്നത്, അവർ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഫഹുമുല്ലദീന അഖ്ലസു ഫീ മശീഹിം. അവരുടെ ആ നടത്തത്തിൽ അവർക്ക് ഇഖ്ലാസ് ഉണ്ട്. നടത്തം തുടങ്ങിയാൽ ശ്രദ്ധിക്കേണ്ട രണ്ടു കാര്യങ്ങളിൽ ഒന്നാണിത്. ഒന്ന് ഇഖ്ലാസ്. നിന്റെ നടത്തം അല്ലാഹു സ്വീകരിക്കണമോ? നടത്തത്തിൽ ഇഖ്ലാസ് വേണം. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നീ നടന്നാൽ നീ നടക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞതുപോലെ, ഇദാ ലം തുഖ്ലിസ് ഫലാ തതഅബ്. ഇഖ്ലാസ് ഇല്ലേ, പണിയെടുത്ത് ക്ഷീണിക്കണ്ട, പണി നിർത്തി വെച്ചേക്ക്. ഇതിൻ്റെ അർത്ഥം പണി നിർത്തി വെക്കണം എന്നല്ല, ഇഖ്ലാസോടുകൂടി പണിയെടുക്കാനാണ് പറയുന്നത്. ചില വാക്കുകൾ ചിലപ്പോൾ ആളുകൾ അതിൻ്റെ മോശമായ അർത്ഥത്തിൽ മാത്രം ഇത് മനസ്സിലാക്കുള്ളൂ. പണിയെടുക്കരുത് എന്നല്ല പറഞ്ഞത്, മറിച്ച് പണിയെടുക്കണം, ഇഖ്ലാസോടുകൂടി പണിയെടുക്കണം. ഇഖ്ലാസ് ഇല്ലേ, ആ പണി ഉപദ്രവമാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ മൂന്നാളുകളെ കുറിച്ച്? ഒരാൾ ഖാരിആൻ, ഖുർആൻ പഠിച്ചവനാണ്, ആലിമായിരുന്നു, പണ്ഡിതനായിരുന്നു. വേറെ ഒരാൾ തൻ്റെ ജീവൻ പണയപ്പെടുത്തി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു എന്ന് പ്രതീക്ഷിച്ചയാളാണ്. വേറെ ഒരാൾ തൻ്റെ വിയർപ്പ് കൊണ്ടുണ്ടാക്കിയ സമ്പത്ത് സദഖ നൽകിയ ആളാണ്.
നിങ്ങൾ കേട്ടിട്ടില്ലേ ആ 3 ആളുകളെ കൊണ്ടാണ് നരകം ആദ്യമായി കത്തിജ്വലിപ്പിക്കപ്പെടുന്നത് എന്ന്? എന്താണ് അവർക്ക് സംഭവിച്ച അബദ്ധം? എന്താണ് അവർക്ക് പറ്റിയ പ്രശ്നം? അവർ ഈ ചെയ്ത 3 കാര്യങ്ങളും ചെയ്തത് അള്ളാഹുവിന് വേണ്ടിയായിരുന്നില്ല. ഒരാൾ ഖുർആൻ പഠിച്ചതും പഠിപ്പിച്ചതും അവൻ ഖാരി ആണ് എന്ന് ജനങ്ങൾ പറയാൻ വേണ്ടിയായിരുന്നു. ഒരാൾ ജിഹാദ് ചെയ്തത്, യുദ്ധം ചെയ്തത്, അവൻ ധൈര്യവാനാണ്, മുജാഹിദാണ് എന്ന ആളുകൾക്കിടയിൽ അറിയപ്പെടാനായിരുന്നു. ഒരാൾ സദഖ നൽകിയത് അവൻ ദാനധർമ്മിയാണ് എന്ന് ആളുകളാൽ പറയപ്പെടാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ട് ഫഹ്മുല്ലദീന അഖ്ലസു ഫി മശീഹിം, കാൽവെപ്പ് ഒന്നാകട്ടെ രണ്ടാകട്ടെ, കുറച്ചാകട്ടെ കൂടുതലാകട്ടെ, അതിൽ ഇഖ്ലാസ് ഉണ്ടാകട്ടെ. ആ കാൽവെപ്പുകൾ മാത്രമാണ് ഉപകരിക്കുക. ആ കാൽവെപ്പുകൾ ഇഖ്ലാസിന്റെ വലുപ്പം കൊണ്ടാണ് അവന്റെ കാൽവെപ്പിന് കനമുണ്ടാവുന്നത്. ഇഖ്ലാസിന്റെ വലുപ്പം കൊണ്ടാണ്. മുൻഗാമികൾ പറഞ്ഞതുപോലെ റുബ്ബ അമലിൻ സഗീർ തുഅദ്ദിമുഹു നിയ്യതു വറുബ്ബ അമലിൻ കബീർ തുസഗ്ഗിറുഹു നിയ്യ. എത്ര എത്ര വലിയ വലിയ പ്രവർത്തനങ്ങളുണ്ട്, നീയത്ത് കാരണത്താൽ അത് ചെറുതായിപ്പോയി. കോടികൾ നൽകിയിട്ടുണ്ട്, പക്ഷെ അള്ളാഹുവിൻ്റെ അരികിൽ 10 പൈസയുടെ വിലയില്ല. വറുബ്ബ അമലിൻ സഗീർ തുഅദ്ദിമുഹു നിയ്യ. എത്ര എത്ര ചെറിയ പ്രവർത്തനങ്ങളുണ്ട്, പക്ഷേ നീയത്ത് അതിനെ വലുതാക്കി കളഞ്ഞു. നീയത്ത് അതിൻ്റെ മഹത്വം അധികരിപ്പിച്ചു. ഗുഹയിലകപ്പെട്ട 3 ആളുകളുടെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ 3 ആളുകളും പ്രവർത്തിച്ച ആ പ്രവർത്തനം കൊണ്ട് അള്ളാഹുവിനോട് അവർ ദുആ ചെയ്തപ്പോൾ ആ ഗുഹയുടെ മുൻപിലുണ്ടായിരുന്ന വലിയ പാറ നീക്കാൻ അതുകൊണ്ട് സാധിച്ചു. അവരുടെ ഇഖ്ലാസിന്റെ ശക്തിയായിരുന്നു അത്. സൽക്കർമ്മങ്ങൾ നോക്കൂ നിങ്ങൾ. ഒരു മനുഷ്യൻ, അയാൾ ഒരു നായക്ക് വെള്ളം കൊടുത്തതിനാണ് സ്വർഗത്തിലെത്തിയത്. എന്തുകൊണ്ടാണത്? ആ പ്രവർത്തനം, അതിൽ അവന് ഇഖ്ലാസ് ഉണ്ടായിരുന്നു. അമൽ എത്ര ചെറുതായിരുന്നു, പ്രവർത്തനം എത്ര ചെറുതായിരുന്നു. എത്ര സമയമായിരിക്കും അയാൾ അതിനു വേണ്ടി എടുത്തിട്ടുണ്ടായിരിക്കുക? വളരെ കുറഞ്ഞ സമയം. പക്ഷെ അയാളെ സ്വർഗത്തിലേക്ക് എത്തിച്ചത് അതായിരുന്നു. ഇഖ്ലാസോടുകൂടി അയാൾ ചെയ്ത അവരുടെ അമലായിരുന്നു. അതുകൊണ്ട് സഹോദര, അമലുകൾ ഇഖ്ലാസ് ഉള്ളതാക്കുക, അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതാക്കുക. ജനങ്ങൾക്ക് നീ അതിൽ പങ്ക് നിശ്ചയിക്കരുത്, നിന്റെ ചുറ്റുമുള്ളവർക്ക് നീ അതിൽ പങ്കു കൊടുക്കരുത്. നിന്റെ റബ്ബിന് വേണ്ടി ചെയ്യുക. ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹുവാണ് നിന്നെ നോക്കുന്നത്, അവനാണ് നിന്റെ ഹൃദയത്തെ വീക്ഷിക്കുന്നത് എന്ന ബോധ്യം നിനക്കുണ്ടാവുക. മറ്റുള്ളവരുടെ നോട്ടങ്ങളെല്ലാം സൃഷ്ടികളുടെ നോട്ടമാണ്. ആ നോട്ടം അവസാനിക്കും. അതുകൊണ്ട് യാതൊരു ഉപകാരവും നിനക്ക് ലഭിക്കാൻ പോകുന്നില്ല, ഉപദ്രവമാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ നിന്റെ വടിയിൽ ഇസ്ലാമിലേക്ക് നീ പ്രവേശിച്ചാൽ ഇഖ്ലാസ് ഉള്ളവരാകുക. ഇത് അള്ളാഹുവിന് വേണ്ടിയാണ്, ഇത് റബ്ബിനു വേണ്ടിയാണ്, അള്ളാഹു സ്വീകരിക്കുന്നതിനു വേണ്ടിയാണ്, പരലോകത്ത് രക്ഷപ്പെടുന്നതിനാണ്. ഒരു സദഖ ചെയ്യുമ്പോൾ ആലോചിക്കുക, റബ്ബേ പരലോകത്തെത്തിയാൽ ഇത് എനിക്ക് ഉപകാരം ചെയ്യണേ, നിന്റെ മുന്നിലെത്തുമ്പോൾ എനിക്കിതുകൊണ്ട് ഉപകാരം ചെയ്യണേ റബ്ബേ. നീയത്ത് ശക്തമാക്കുക, ശ്രദ്ധിക്കുക. ഒരാളും അറിയാത്ത അള്ളാഹുവിനും നിനക്കും ഇടയിലുള്ള രഹസ്യങ്ങൾ നീ അധികരിപ്പിക്കുക. നന്മയുടെ കാര്യത്തിൽ അള്ളാഹു നീയും മാത്രം അറിയുന്ന നന്മകൾ ധാരാളം ഉണ്ടാകുക. ചില ആളുകൾ, മുൻഗാമികൾ, ചിലർ നിസ്കാരങ്ങൾ അവരുടെ ഭാര്യ അറിയാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുമായിരുന്നു. രാത്രിയിലെ നിസ്കാരങ്ങൾ അവരിൽ ചിലർ ആളുകൾ വന്നെത്തിയാൽ ഖുർആൻ ഓതിയാൽ അത് അറിയാത്ത രൂപത്തിൽ എടുത്തു മാറ്റുമായിരുന്നു. ആളുകൾ കാണാതിരിക്കാൻ വേണ്ടി അള്ളാഹു മാത്രം കാണുന്ന അമലുകൾ അധികരിപ്പിക്കാൻ. രാത്രി നിസ്കാരമായി, സ്വതക്കകളായി, നിന്റെ ഭാര്യ പോലും അറിയാത്ത, എന്തിന് കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞാൽ നീ പോലും അറിയാത്തത്. നീ പോലും അറിയാത്തത് നിന്റെ നന്മകൾ ചെയ്തു വെച്ചത് അള്ളാഹുവിൻ്റെ അടുത്തുണ്ട്. ഇത് മറന്നേക്കുക, അള്ളാഹു മറക്കുകയില്ല. പക്ഷെ നിന്റെ തിന്മ അങ്ങനെയല്ല, അത് നീ മറന്നു. നമ്മൾ പലപ്പോഴും മറക്കാറുള്ളത് തിന്മകളാണ്. ചെയ്തു പോയ തിന്മകൾ നമ്മൾ എത്ര വേഗമാണ് മറക്കുന്നത്. പക്ഷേ ചെയ്തു പോയ ഏതോ വർഷത്തിൽ ചെയ്ത നന്മകൾ വരെ നമ്മൾ ഇപ്പോഴും വലിയ പ്രതീക്ഷയോടുകൂടി ഓർത്തു വെച്ചിട്ടുണ്ട്. അള്ളാഹു ഇത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് ആർക്കറിയാം? അതുകൊണ്ട് സഹോദര, അമലുകളിൽ ഇഖ്ലാസ് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇഖ്ലാസിനോളം പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം മുതശർഈന ബിശിർഅത്തിൽ ഈമാൻ. ഈമാനിൻ്റെ ശരീഅത്ത് കൊണ്ട് അവർ തങ്ങളുടെ ദീനിൻ്റെ വിധിവിലക്കുകൾ സ്വീകരിച്ചിരിക്കുന്നു.
അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു നൽകിയ ശരീഅത്ത് പ്രകാരമാണ് അവർ ഈ വടിയിൽ ചരിക്കുന്നത്. അവർ കാല് വെക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലു വെച്ചു കാണിച്ചു തന്നതുപോലെയാണ്. എങ്ങനെയെങ്കിലും നടക്കലല്ല, എങ്ങനെയെങ്കിലും സഞ്ചരിക്കലല്ല, മറിച്ച് അവരുടെ സഞ്ചാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെയാണ്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്തപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഖുദു അന്നി മനാസികക്കും, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിൻ്റെ വിധിവിലക്കുകൾ കർമ്മങ്ങൾ പഠിച്ചെടുക്കുക. വലഅല്ലി ലാ അഹുജ്ജു ബഅദ ആമി ഹാദാ, ഇതിനു ശേഷം അടുത്ത വർഷം ഞാൻ ചിലപ്പോൾ ഹജ്ജ് ചെയ്തു കൊള്ളണമെന്നില്ല. എന്തിനാ അവിടെ നിന്ന് പറഞ്ഞത്? എൻ്റെ അടുത്ത് നിങ്ങൾ പഠിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിന്ന് പഠിക്കണം എന്നതുകൊണ്ടാണ്. അപ്പം അവിടുന്ന് എങ്ങനെ ചെയ്തിരുന്നു അങ്ങനെ ചെയ്യുക. അത് ഇബാദത്ത് സ്വീകരിക്കാനുള്ള 2 നിബന്ധനകളാണ് ഈ അദ്ദേഹം പറഞ്ഞത്. ഒന്ന് ഇഖ്ലാസ്, 2 ഇത്തിബാ. അതാണ് അദ്ദേഹം പറഞ്ഞത്. വേറൊരു ഭാഷയിൽ പറഞ്ഞ, അറബിയിൽ പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ വരിയിൽ അദ്ദേഹം പറഞ്ഞത് ഹിദായത്തുൻ ഇല തരീഖ്, ഈ വടിയിലേക്കുള്ള ആ ഹിദായത്തിൻ്റെ തുടക്കമാണ്, അങ്ങനെ വടിയിലേക്ക് പ്രവേശിക്കലാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ഹിദായത്തുൻ ഫി തരീഖ്, വടിയിൽ സ്വീകരിക്കേണ്ട ഹിദായത്താണ്. ഈ വടിയിൽ നടക്കുമ്പോൾ സ്വീകരിക്കേണ്ടതാണ്. ആദ്യത്തേത് വടിയിലേക്ക് കയറാനുള്ളതാണ്, രണ്ടാമത്തേതോ വഴി നടക്കാനുള്ളതാണ്. ഈ വടിയിൽ എങ്ങനെ നടക്കണം? ഇങ്ങനെ നടക്കണം, ഇഖ്ലാസോടുകൂടി നടക്കണം, ഇത്തിബാഓടുകൂടി നടക്കണം. ഇത് രണ്ടും സ്വീകരിച്ചുകൊണ്ടാണ് നടക്കേണ്ടത്. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ പോലെ, ലാ യകൂനു അൽ അമലു സാലിഹൻ ഇല്ലാ ഇദാ കാന ഖാലിസൻ സവാബൻ, ഒരു അമൽ അള്ളാഹുവിൻ്റെ അരികിൽ സ്വീകരിക്കപ്പെടുകയില്ല, അത് ഒരു സാലിഹായ അമലായി സ്വീകരിക്കുകയില്ല എപ്പോഴല്ലാതെ, ഇല്ല ഇദാ കാന ഖാലിസൻ സവാബൻ, അത് ഖാലിസാകണം. എന്താ ഖാലിസ് എന്ന് പറഞ്ഞാൽ? ഇഖ്ലാസ് ഉള്ളതാകണം, അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതായിരിക്കണം. ഇഖ്ലാസിനെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന മനോഹരമായ ആയത്തുകളിൽ ഒന്നാണ്. ഇത് ഇഖ്ലാസിൻ്റെ വിഷയത്തിൽ വന്ന ആയത്തല്ല, അത് ആയത്ത് ഇഖ്ലാസിൻ്റെ വിഷയത്തിലല്ല, പക്ഷേ ഇഖ്ലാസിൻ്റെ പദം അതിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മൃഗങ്ങളുടെ അകിടിൽ നിന്ന്, കന്നുകാലികളുടെ അകിടിൽ നിന്ന് വരുന്ന പാലിനെ കുറിച്ച് വിവരിക്കവേ അള്ളാഹു പറഞ്ഞു, മിൻ ബൈനി ഫർസിൻ, ലബനൻ ഖാലിസൻ, കന്നുകാലികളുടെ അകിടിലെ കന്നുകാലികളെ അറുത്ത് കഴിഞ്ഞാൽ അവരുടെ വയറ്റിൽ എന്തുണ്ട്? അവരുടെ വയറ്റിൽ രക്തമുണ്ട്, അവരുടെ ശരീരത്തിൽ രക്തമുണ്ട്, അതുപോലെ ചാണകമുണ്ട്. അതിനിടയിൽ നിന്ന് ലബനൻ ഖാലിസൻ, ഖാലിസായ പാലാണ് അതിൽ നിന്ന് പുറത്തു വരുന്നത്. ഇതാണ് ഇഖ്ലാസ്. എല്ലാ കലർപ്പുകൾ നോക്കൂ, കന്നുകാലിയുടെ അകിടുന്ന് വരുന്ന പാല്, അതിൻ്റെ ശരീരത്തിനുള്ളിൽ ചാണകമുണ്ട്. അതിൻ്റെ മണമുണ്ടോ പാലിന്? അതിൻ്റെ രുചിയുണ്ടോ? അതിൻ്റെ നിറമുണ്ടോ? ഒന്നുമില്ല, അതിൻ്റെ യാതൊരു സൂചനയില്ല. രക്തമുണ്ട്, രക്തത്തിൻ്റെ നിറമുണ്ടോ അതിന്? പാലിന് ഇല്ല. രക്തത്തിൻ്റെ നിറമുണ്ടോ? മണമുണ്ടോ? രുചിയുണ്ടോ? ഇല്ല, ഒന്നുമില്ല. രക്തത്തിൻ്റെ യാതൊരു സ്വഭാവവും പാലിനില്ല. പക്ഷെ ഇതിൻ്റെ ഇടയിൽ നിന്ന് വരുന്ന പാല് എത്ര ശുദ്ധമായ വെളുപ്പോടുകൂടി കലർപ്പുകളില്ലാതെയാണോ വരുന്നത്, അതുപോലെ ആയിരിക്കണം നിന്റെ അമൽ. ചുറ്റുപാടും അനേകം രക്തവും ചാണകവും നജസുകളുമുണ്ട്. എന്താണ് ഈ രക്തവും ചാണകവും നജസും? അള്ളാഹു അല്ലാത്തവരിലേക്കുള്ള നോട്ടം, ജനങ്ങൾ പ്രശംസിക്കണമെന്ന ആഗ്രഹം, ഷിർക്ക്, റിയാ, അവനവനെക്കുറിച്ചുള്ള മതിപ്പ്, പൊങ്ങച്ചം, കിബിർ, ഇങ്ങനെ പല കാര്യങ്ങൾ നജസുകളായി ഉണ്ട്. ഇതൊന്നും ബാധിക്കാത്ത രൂപത്തിൽ ഒരു അമൽ അള്ളാഹുവിന് വേണ്ടി മാത്രമായി പുറത്തു കൊണ്ടുവരിക എന്നതാണ് ഖാലിസായ അമൽ എന്ന് പറഞ്ഞാൽ. ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല, ഇതിൻ്റെ യാതൊരു കലർപ്പുമില്ലാതെ. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, അള്ളാഹു തയ്യിബാണ്, അങ്ങേയറ്റം പരിശുദ്ധിയുള്ളവനാണ്, പരിശുദ്ധമായതല്ലാതെ അവൻ സ്വീകരിക്കുകയില്ല. അപ്പം നിന്റെ അമൽ ശുദ്ധിയുള്ളതായിരിക്കണം. അമലുകളുടെ ആധിക്യം ഉണ്ടാകുന്നതിനേക്കാൾ ശ്രദ്ധിക്കേണ്ടത് അമലുകളുടെ ശുദ്ധിയാണ്. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്നറിയാനാണ് അള്ളാഹു മരണത്തെയും ജീവിതത്തെയും പഠിച്ചത്. ചിലർ പറഞ്ഞു അയ്യുക്കും അക്സറു അമല എന്ന് പറഞ്ഞിട്ടില്ല.
നിങ്ങൾ ആരാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് എന്നതല്ല, നിങ്ങൾ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത്. അപ്പോൾ പ്രവർത്തനത്തിൻ്റെ ആധിക്യം, എണ്ണത്തിലെ വർധനവല്ല ആവശ്യം, പിന്നെന്താ അതിൻ്റെ ക്വാളിറ്റിയാണ്, അതിൻ്റെ ഗുണമേന്മയാണ്. ഏറ്റവും ശുദ്ധമായ അമലുകൾ ചെയ്യാൻ ശ്രമിക്കുക, അമലുകളുടെ ശുദ്ധിയെക്കുറിച്ച് എപ്പോഴും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ഇത്തിബാഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതുപോലെ അതിപ്പോൾ മാറ്റം വരുത്തരുത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിന് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. ആ പ്രാർത്ഥനയിൽ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു, വആമൻതു ബിനബിയിക്കല്ലദീ അർസൽത്, വആമൻതു ബിനബിയിക്കല്ലദീ അർസൽത്. ആ പ്രാർത്ഥന അറിയാലേ, ഓർക്കുന്ന സമയത്തുള്ള ദുആ, വആമൻതു ബിനബിയിക്കല്ലദീ അർസൽത്, നീ നിയോഗിച്ച നബിയിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാം, അഖീദ പഠിക്കുന്ന ആളുകൾക്ക് നബിയാണോ റസൂലാണോ അഫ്ദൽ? ഒരാൾക്ക് നൽകപ്പെടുന്ന പദവിയിൽ ഏറ്റവും അഫ്ദലായ പദവി ഏതാണ്? റസൂൽ എന്ന പദവിയാണ്. നബിയേക്കാൾ അഫ്ദലാണ്, നബിയേക്കാൾ ശ്രേഷ്ഠമായ പദവിയാണ് റസൂൽ എന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാവുന്ന നബി എന്നത് പറയുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ വിശേഷണമാണ് റസൂൽ എന്നത്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ആ പ്രാർത്ഥന തിരിച്ചു കേൾപ്പിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, വആമൻതു ബിനബിയിക എന്ന് പറയേണ്ടടുത്ത് അദ്ദേഹം പറഞ്ഞു, വആമൻതു ബിറസൂലിക്കല്ലദീ അർസൽത്, ബിറസൂലിക്കല്ലദീ അർസൽത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വആമൻതു ബിനബിയിക. ഇതാണ് ഇത്തിബാഅ എന്ന് പറയുന്നത്. മുൻഗാമികൾ സലഫുകൾ ചില പറഞ്ഞതുപോലെ, ഇദാ ഇസ്തതഅത അല്ലാ തഹുക്ക റഅസക ഇല്ലാ ബിൽ അഥർ ഫഫഅൽ, നിന്റെ തല താഴ്ത്തുന്നത്, അല്ലെങ്കിൽ നിന്റെ തല ഒന്ന് ചൊറിയുന്നത്, അല്ലെങ്കിൽ നിന്റെ തലയൊന്ന് താഴ്ത്തുന്നത്, തലയൊന്ന് ചലിപ്പിക്കുന്നത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത രൂപത്തിൽ നിനക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഫഫഅൽ, അങ്ങനെ ചെയ്യണം. അത് നിനക്ക് അങ്ങനെയാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എത്രമാത്രം ഒരാൾ യോജിക്കുന്നോ അത്രമാത്രം അയാൾ ഖൈറിലാണ്. അതുകൊണ്ടാണ് ഇത് എല്ലാ കാര്യത്തിലും ബാധകമാണ്. ഇത് ചില ആൾക്കാർ ഇബാദത്തിൽ മാത്രമാണ് കാണാറുള്ളത്. അല്ല, ഇബാദത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും, അതായത് ദീനുമായി ബന്ധപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ മേഖലയിലും, സ്വഭാവം, പെരുമാറ്റം, ഇടപാടുകൾ, ഇബാദത്തുകൾ ആദ്യം തന്നെ പറയേണ്ടതാണ്. എല്ലാ കാര്യത്തിലും. ഉദാഹരണത്തിന് സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് ചില ആളുകൾക്ക് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇത് ആധുനികമായ മാനേഴ്സുകളാണ്. എന്നിട്ട് അവൻ എന്ത് ചെയ്യും? അവന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിരലൊക്കെ വൃത്തിയാക്കുന്നത് അവനൊരു നാണക്കേടാണ് വലിയ ആളുകളുടെ ഇടയിൽ. മസ്തരം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ്റെ മുന്നിലാണെങ്കിലും അതാണ് ഏറ്റവും മാന്യമായിട്ടുള്ളത്. അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മര്യാദയാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതു കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവൽ മീസാനുൽ അക്ബർ വഅലൈഹി തുഅറദുൽ അഷ്യാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും വലിയ മീസാൻ, അളവുകോൽ. വഅലൈഹി തുഅറദുൽ അഷ്യാ, അവിടുത്തെ മാർഗത്തിനു മേലാണ് എല്ലാ കാര്യങ്ങളെയും വിലയിരുത്തേണ്ടത്. എന്ത് കാര്യത്തെയും വിലയിരുത്തേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചെയ്തിട്ടുണ്ടോ എങ്കിൽ ഖൈറാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പിൻപറ്റുക, ഇഖ്ലാസ്, ആദ്യത്തെ കാര്യം ഇഖ്ലാസ്, രണ്ടാമത്തെ കാര്യം ഇത്തിബാ. ഇഖ്ലാസും ഇത്തിബാഉം നോക്കൂ നിങ്ങൾ, മനുഷ്യനെ പൂർണ്ണമായും ശരിപ്പെടുത്തുന്നതാണ്. ഇഖ്ലാസ് ഹൃദയത്തെ നന്നാക്കുന്നു എങ്കിൽ ഇത്തിബാ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നന്നാക്കുന്നു. ഒന്ന് ഉള്ളാണെങ്കിൽ മറ്റൊന്ന് പുറമാണ്. ഉള്ളും പുറവും നന്നായി കഴിഞ്ഞാൽ മനുഷ്യൻ നന്നായി. ഒന്ന് ഉള്ളാണെങ്കിൽ മറ്റൊന്ന് പുറമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു, രണ്ട് ഹദീസുകൾ അവ ദീനിനെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ്. ഒന്നാമത്തെ ഹദീസ് ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ ഹദീസാണ്, നിങ്ങൾ എല്ലാവരും കേട്ട ഹദീസാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, പ്രവർത്തനങ്ങൾ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ഇഖ്ലാസിനെ നന്നാക്കുന്നതാണ്. രണ്ടാമത്തേത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസാണ്, മൻ അഹ്ദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ആരെങ്കിലും നമ്മുടെ ഈ കാര്യത്തിൽ പുതുതായി എന്തൊരു കാര്യമുണ്ടാക്കിയാലും അത് തള്ളപ്പെടേണ്ടതാണ്. അത് പ്രവർത്തനങ്ങളെ നന്നാക്കുന്നതാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും ഇഖ്ലാസും ഇത്തിബാഉം അവൻ ഒരു മാർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമത്തെ കാര്യം
രണ്ട് കാര്യം പറഞ്ഞു, 2 ബൈത്തുകൾ പറഞ്ഞു. യാത്ര ആരംഭിച്ചു. യാത്ര ആരംഭിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ വഴി, സുന്നത്തിൻ്റെ വഴി സ്വീകരിക്കുക, മറ്റു വഴികൾ അകറ്റി നിർത്തുക. യാത്ര ആരംഭിച്ചു കഴിയുമ്പോൾ ഇഖ്ലാസ് ഉള്ളവരാകുക, ഇത്തിബാ ഉള്ളവരാകുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഓരോ പോയിന്റുകളും നിങ്ങളുടെ ജീവിതത്തിൽ ക്രമത്തിൽ ശരിപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഈ കവിതയിൽ അദ്ദേഹം വിവരിച്ച കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ, ആ വിഷയങ്ങളിൽ നമ്മുടെ അവസ്ഥ എന്താണ് എന്ന മുഹാസബ, എന്ന പരിശോധന, എന്ന വിചാരണ നമ്മൾ ശരിക്കും നടത്തിയാൽ നമ്മുടെ സ്ഥിതി നമുക്ക് ബോധ്യപ്പെടും, നമ്മൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കും. 3-ാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, വഹുമുല്ലദീന ബനൗ മനാസില സൈരിഹിം ബൈന റജാ വൽ ഖൗഫി ലിദ്ദയ്യാനി. വഹുമുല്ലദീന ബനൗ മനാസില സൈരിഹിം, അവർ ഈ വഴിയിൽ പ്രവേശിച്ചു, ഇഖ്ലാസുണ്ട്, ഇത്തിബാ ഉണ്ട്, ശരി, ഇനി വഴിയിൽ മുന്നോട്ട് പോകണം. ഈ വഴി കുറച്ച് നടക്കാൻ സാധിക്കും, കുറേ നടക്കാൻ കഴിയും. പടികൾ കുറച്ച് ചവിട്ടിക്കയറാൻ കഴിയും, കുറേ പടികൾ ചവിട്ടിക്കയറാൻ കഴിയും. അപ്പം ഇനി ഈ വടികളിൽ ദൂരേക്ക് യാത്ര ചെയ്യണം എന്നതാണ് അടുത്ത ലക്ഷ്യം. വഴിയിൽ കയറി, ഇസ്ലാമിലെത്തി, സുന്നത്തിലെത്തി, ഖലാസ്, കഴിഞ്ഞോ? ഇല്ല, ഇനി മുന്നോട്ട് പോകണം. മുന്നോട്ട് പോകുന്നതിൻ്റെ വേഗത നിനക്ക് വർദ്ധിപ്പിക്കണമോ? നിന്റെ ഈ യാത്രയിൽ കൂടുതൽ പടികൾ നിനക്ക് ചവിട്ടിക്കയറണോ? നിനക്ക് ഇന്ധനമായി സ്വീകരിക്കാൻ 2 കാര്യങ്ങളുണ്ട്. അതാണ് അദ്ദേഹം പറയുന്നത്, വഹുമുല്ലദീന ബനൗ മനാസില സൈരിഹിം, തങ്ങളുടെ വടിയിലെ പദവികൾ അവർ പടുത്തുയർത്തിയിരിക്കുന്നത് ബൈന റജാ വൽ ഖൗഫി ലിദ്ദയ്യാനി, അല്ലാഹു പ്രതിഫലം നൽകുന്നവനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവനോടുള്ള പ്രതീക്ഷയിലും അള്ളാഹുവിനോടുള്ള ഭയത്തിലുമാണ്. യാത്ര നിനക്ക് മുന്നോട്ട് പോകണോ, നിനക്കുള്ള ഇന്ധനമാണിത്. ഒന്ന് പ്രതീക്ഷയാണ്, മറ്റൊന്ന് ഭയമാണ്. ഒന്ന് അള്ളാഹുവിനോടുള്ള ഭയമാണെങ്കിൽ മറ്റൊന്ന് അള്ളാഹുവിലുള്ള പ്രതീക്ഷയാണ്. ഒന്ന് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലുള്ള പ്രതീക്ഷയാണെങ്കിൽ മറ്റൊന്ന് അള്ളാഹുവിൻ്റെ നരകത്തോടുള്ള ഭയമാണ്. ഒന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിലുള്ള പ്രതീക്ഷയാണെങ്കിൽ മറ്റൊന്ന് അവൻ്റെ ജബറൂത്തിലുള്ള, അവൻ്റെ അദാബിലുള്ള, അവൻ്റെ ഗദബിനോടുള്ള പേടിയാണ്, അവൻ്റെ കോപത്തോടുള്ള പേടിയാണ്. ഒന്ന് സാലിഹീങ്ങളായ ആളുകൾ അവരുടെ പദവികളിൽ എത്തിപ്പെടാൻ കഴിയുമെന്ന ആഗ്രഹമാണെങ്കിൽ മറ്റൊന്ന് ഫിർഔനും നമ്രൂദും ഖാറൂനും ഹാമാനും അബൂജഹലുമുള്ള ധിക്കാരികളുടെ അടുക്കൽ എത്തിപ്പെടുമോ എന്ന ഭയമാണ്. അത് രണ്ടിൻ്റെ ഇടയിലാണ് മനുഷ്യർ സഞ്ചരിക്കുന്നത്. ഇത് ഒരു മനുഷ്യനിൽ എത്ര വർദ്ധിക്കുന്നോ അത്ര അവൻ്റെ യാത്രയുടെ വേഗത അധികരിക്കും, അവൻ മുന്നോട്ടുള്ള സഞ്ചാരം കൂടുതൽ ശക്തമായിരിക്കും. ഇതിനനുസരിച്ചായിരിക്കും ആളുകളുടെ മുന്നോട്ടുള്ള പോക്ക്. നിനക്ക് അള്ളാഹിനെ എത്ര പേടിയുണ്ടോ അതിനനുസരിച്ച് തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കും. നിനക്ക് അള്ളാഹുവിൻ്റെ പ്രതീക്ഷ എത്ര വലുതാണോ അത്രയും നിന്റെ അമലുകൾ നീ അധികരിപ്പിക്കുകയും നന്നാക്കുകയും ചെയ്യും. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, മൻ അഹ്സന ദന്ന ബില്ലാഹി അഹ്സനൽ അമൽ, ഒരാൾ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് ധരിച്ചു തുടങ്ങിയാൽ അവൻ തൻ്റെ അമൽ നന്നാക്കും. അള്ളാഹുവിൻ്റെ റഹ്മത്ത് നീ അറിഞ്ഞാൽ, അത് നിനക്ക് മനസ്സിലായാൽ, അത് കിട്ടാൻ വേണ്ടി നീ എന്താ ചെയ്യുക? നീ കൂടുതൽ നന്നാകണം. കാരണം എന്താ? നീ നന്നാകുന്നതിനനുസരിച്ച് അവൻ്റെ റഹ്മത്ത് നിനക്ക് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് നീ മോശമാണോ ചെയ്യേണ്ടത്? അള്ള പൊറുക്കും എന്ന് വിചാരിച്ച് നീ മോശമാണോ ചെയ്യേണ്ടത്? അല്ല, അള്ളാഹു നിനക്ക് നന്മകൾ അധികരിപ്പിച്ചു നൽകും. ഖലാസ്, എന്നാൽ പിന്നെ ഞാൻ എന്തെങ്കിലും ആവട്ടെ എന്നാണോ വിചാരിക്കേണ്ടത്? അല്ല. ഒരാൾ നിനക്ക് പുറത്തു നൽകുന്നു, നിന്നോട് മാന്യത കാണിക്കുന്നു, നിനക്ക് വിട്ടുവീഴ്ച നൽകാമെന്ന് പറയുന്നു, നിനക്ക് അവനെ അനുസരിച്ചാൽ സുഖകരമായൊരു ജീവിതം നൽകാമെന്ന് പറയുന്നു, നിന്നെ സ്വീകരിച്ചിരുത്തുന്നു, നിനക്ക് ആദരവ് നൽകുന്നു, ഖുർആൻ അള്ളാഹു അവൻ നിനക്ക് സന്ദേശങ്ങൾ നൽകുന്നു, വഴി കാണിച്ച് നൽകുന്നു. ഇതൊക്കെ നിനക്ക് ചെയ്തു തന്നിട്ട് നീ പറയാം നല്ലൊരു മനുഷ്യൻ, എങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ നടക്കാൻ അവസാനം അങ്ങനെയാണോ നീ ചെയ്യുക? അതാണ് ഒരു മാന്യനായ ഒരാളുടെ അടയാളം. എങ്ങനെയാണ് ഒരു മാന്യനായ ഒരു മനുഷ്യൻ ചെയ്യുക? അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കരീമാണ്. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം, അല്ലയോ മനുഷ്യ, നിന്നോട് ഇത്രയധികം നന്മ ചെയ്തവനായ റബ്ബ്, ഇത്രയധികം ഉദാരത ചെയ്തവനായ റബ്ബ്, ഇങ്ങനെയൊക്കെ നിന്റെ നന്മകൾ കൊണ്ട് മൂടിയ നിന്റെ റബ്ബ്, അവൻ്റെ കാര്യത്തിൽ നിനക്ക് എങ്ങനെയാണ് വഞ്ചന ഉണ്ടായത്? അവൻ്റെ കാര്യത്തിൽ നീ എങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടത്?
ഇത്രയും നിനക്ക് ചെയ്തു തന്നിട്ട്? അങ്ങനെയാണ് അള്ളാഹു ചോദിച്ചത്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല അവനോട് പേടിയുണ്ടാകുകയും അവനിൽ പ്രതീക്ഷ ഉണ്ടാവുകയും ചെയ്യുക എന്നത് നിന്റെ ഈ യാത്രയിൽ നിനക്ക് മുന്നോട്ട് പോകാനുള്ള വടിയാണ്. നീ മുന്നോട്ട് പോകണമെങ്കിൽ സൽക്കർമ്മങ്ങൾ നിനക്ക് പ്രതീക്ഷ ഉണ്ടാവണം, അള്ളാഹുൽ പ്രതീക്ഷ ഉണ്ടാകണം. തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിൽ നീ അള്ളാഹുവിനെ പേടിക്കണം. ഇതില്ലാത്ത ആളുകൾ ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ അവൻ അപകടത്തിലാണ്. ഇതിലേതെങ്കിലും ഒന്ന് നിശ്ചയിക്കപ്പെട്ട പരിധിക്കപ്പുറം കൂടിയാലും അവൻ അപകടത്തിലാണ്. ഉദാഹരണത്തിന് ഒരാൾക്ക് ഭയം അധികരിച്ചു, പ്രതീക്ഷ നഷ്ടപ്പെട്ടു, അള്ളാഹുൽ പ്രതീക്ഷയില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ മൻ ഗല്ലബ ജാനിബൽ ഖൗഫി ഫഫീഹി ശബഹുൻ മിനൽ ഖവാരിജ്. പിഴച്ചുപോയ ഖവാരിജുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി ആക്ഷേപിച്ച ഖവാരിജുകൾ എന്ന പിഴച്ച കക്ഷിയോടാണ് അവന് സാദൃശ്യമുള്ളത്. അള്ളാഹ് പുറത്തു തരില്ല, വൻപാപങ്ങൾ ചെയ്തവൻ കാഫറാണ് എന്ന വിശ്വാസത്തിലേക്ക് അവരെ നയിച്ചത് അള്ളാഹുവിനോടുള്ള പേടിയിൽ അവർക്കുണ്ടായ അതിരുകവിഞ്ഞ എന്ന് പറഞ്ഞാൽ നിശ്ചയിക്കപ്പെട്ട അതിര്. എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പേടിക്കുന്നതിനൊരു അതിരുണ്ട് തന്നെ. മറിച്ച് അള്ളാഹുള്ള പേടിയും അവനോടുള്ള പ്രതീക്ഷയും ശരിയായ രൂപത്തിലാണെങ്കിൽ അത് എത്ര അധികരിക്കുന്നതിലും തെറ്റില്ല. പക്ഷേ പ്രതീക്ഷയില്ലാതെയുള്ള ഭയം അപകടത്തിലാക്കും. ചില ആളുകൾ നേരെ തിരിച്ചായി. മുമ്മൻ ഗല്ലബ ജാനിബ അർറജാഇ ഫഫീഹി ശബഹു മിനൽ മുർജിഅ. ഒരാൾ അള്ളാഹുവിനോടുള്ള പ്രതീക്ഷയിൽ തീരെ പേടിയില്ലാതായി കഴിഞ്ഞാലോ അള്ളാഹ് പുറത്ത് തരും, അള്ളാഹ് പുറത്ത്. ഇന്ന് പലപ്പോഴും തൗഹീദ് മനസ്സിലാക്കിയ ചിലർക്ക് ബാധിക്കുന്ന പ്രശ്നമാണിത്. അള്ളാഹ് പുറത്ത് തരും, നമുക്ക് തൗഹീദ് ഉണ്ട്, നമ്മൾ അള്ളാഹ് തആല ചെയ്തിട്ടില്ല, നമ്മൾ ശിർക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മളെ സാമ്പത്തികം ഖലാസ്, നമ്മുടെ ദാമ്പത്യം ഖലാസ്, കുടുംബബന്ധം. ഇങ്ങനെയാണ് ചിലർ. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആലയിലുള്ള പ്രതീക്ഷ തെറ്റായ രൂപത്തിൽ അധികരിച്ചതാണ്, ശരിയായ രൂപത്തിലല്ല. അവന് ശരിക്കും പറഞ്ഞാൽ അള്ളാഹുൽ പ്രതീക്ഷയില്ല, പക്ഷെ അവൻ അത് ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അള്ളാഹുവിനോടുള്ള പേടിയും അള്ളാഹുവിനോടുള്ള ഭയവും ചിലർ പറഞ്ഞതുപോലെ ഒരു പക്ഷിയുടെ ചിറകുപോലെയാണ്. മുന്നിലേക്ക് പക്ഷി എങ്ങനെ മുന്നിലേക്ക് സഞ്ചരിക്കുന്നത്? ചിറകുകൾ കൊണ്ട് അടിച്ചുകൊണ്ടാണ്, അല്ലേ? അതുപോലെ നിനക്ക് മുന്നിലേക്ക് സഞ്ചരിക്കാനുള്ള ചിറകുകളാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും അതുപോലെ തന്നെ അള്ളാഹുവിലുള്ള പ്രതീക്ഷയും. നീ ഏറ്റവും ഭയക്കേണ്ടത് നിന്റെ റബ്ബിനെയാണ്, ഏറ്റവും ഭയക്കേണ്ടത്. വഇയ്യായ ഫർഹബൂൻ, വഇയ്യായ ഫർഹബൂൻ, നിങ്ങൾ എന്നെ മാത്രം ഫർഹബൂൻ, അങ്ങേറ്റം ഭയക്കുക. അള്ളാഹു പറയണം നിങ്ങൾ എന്നെ പേടിക്കണം. വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹ്, അള്ളാഹു അവനെക്കുറിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ്. നിങ്ങൾ വഞ്ചിതരായിട്ട് എത്തരുത്. അള്ളാഹുവിൻ്റെ മുന്നിലെത്തുമ്പോൾ ഒന്നും വിചാരിക്കാം അങ്ങ് കഴിച്ചിലായിക്കോളും, അങ്ങനെ വിചാരിക്കരുത്. വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹ് ذلك يخوف الله به عباده يا عبادي فاتقون. നരകത്തിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞതിന് ശേഷം പറഞ്ഞ ആയത്താണ് ذلك, ഈ പറഞ്ഞതുണ്ടല്ലോ, യുഖവ്വിഫുല്ലാഹു ബിഹി ഇബാദഹ്, അള്ളാഹു അവൻ്റെ അടിമകളെ ഭയപ്പെടുത്തുന്നതാണ്. യാ ഇബാദി ഫത്തഖൂൻ, അതുകൊണ്ട് എൻ്റെ അടിമകളെ എന്നെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം. എൻ്റെ അടിമകൾക്ക് പറഞ്ഞു കൊടുക്കുക, ഞാൻ നന്നായി പൊറുക്കുന്നവനാണ്, ഞാൻ ധാരാളമായി കരുണ ചൊരിയുന്നവനാണ്, എൻ്റെ ശിക്ഷ വേദനയുള്ള ശിക്ഷയാണ്. ആരാ പറയുന്നത്? അള്ളാഹുവാണ് പറയുന്നത്. അള്ളാഹുവാണ് പറയുന്നത്. അള്ളാഹുവിനെ പേടിക്കുക, അള്ളാഹുവിനെ പേടിക്കുക, അള്ളാഹുവിനെ പേടിക്കുക. ആകാശഭൂമികളുടെ റബ്ബാണവൻ. ദീനാറിൻ്റെ 4/1 മോഷ്ടിച്ചതിന് ദുനിയാവിൽ അള്ളാഹു നിശ്ചയിച്ച ശിക്ഷ നിന്റെ കയ്യങ്ങ് ഛേദിച്ച് കളയുക എന്നതാണ്. ദുനിയാവിൽ അവൻ നിശ്ചയിച്ച ശിക്ഷയാണത്. ദീനാറിൻ്റെ 4/1 ഒരാൾ മോഷ്ടിച്ചാൽ അവൻ്റെ കയ്യങ്ങ് ഛേദിച്ച് കളയാം. അങ്ങനെയുള്ള റബ്ബ് പരലോകത്ത് നിശ്ചയിച്ച ശിക്ഷയെക്കുറിച്ച് നീ എന്താണ് വിചാരിച്ചു വെക്കുന്നത്? അള്ളാഹുവിനെ പേടിച്ചു കൊള്ളുക, അള്ളാഹുവിനെ നിസ്സാരനാക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നോട്ടത്തെ നീ നിസ്സാരമാക്കരുത്. ചിലർ പറഞ്ഞതുപോലെ നിന്നെ നോക്കുന്ന ആളുകളിൽ അള്ളാഹുവിന് നീ ഏറ്റവും
ചെറിയ വില കൽപ്പിക്കരുത്. ആൾക്കാർ നോക്കാൻ ഇവിടെ നീ ഒരു വൃത്തികേട് ചെയ്യോ? ഇല്ല. പക്ഷെ നീ ഒറ്റക്കാകുമ്പോൾ അള്ളാഹു നിന്നെ നോക്കുന്നുണ്ട്. അവൻ്റെ നോട്ടം നീ ആളുകളുടെ നോട്ടങ്ങളിൽ ഏറ്റവും ചെറുതായി കാണരുത്. ലാ തൻദുർ ഇലാ സിഗറിൽ മഅസിയ വൻദുർ ഇലാ ഇദമി മൻ അസൈത്. ധിക്കരിക്കുന്ന തിന്മയുടെ ചെറുപ്പം, ധിക്കരിക്കുന്ന തിന്മയെ നീ ലഘുവായി കാണരുത്. തിന്മ ചെറുതല്ലേ, ചെറിയ തിന്മ എന്തൊക്കെ ആൾക്കാർ ചെയ്യും, ഞാൻ ഇതല്ലേ ചെയ്യുന്നു. തിന്മ ചെറുതാണ് എന്നതിലേക്ക് നീ നോക്കരുത്. വൻദുർ ഇലാ ഇദമി മൻ അസൈത. നീ ധിക്കരിക്കുന്നവന്റെ വലുപ്പം നീ തിരിച്ചറിയില്ല. അള്ളാഹുവിനാണ് നീ ധിക്കരിക്കുന്നത്. ഉലമാക്കൾ പറഞ്ഞു, ഖുർആനിൽ അള്ളാഹു അവതരിപ്പിച്ച ഏറ്റവും ശക്തമായ, ഏറ്റവും ഭയപ്പെടുത്തുന്ന ആയത്ത്, ഏറ്റവും മനുഷ്യനെ പേടിപ്പിക്കേണ്ട ആയത്ത് വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം എന്ന ആയത്ത്. അള്ളാഹു എല്ലാ കാര്യവും അറിയുന്നവനാണ്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ആയത്തുകളെ കുറിച്ച്? വല്ലാഹു ബിമാ തഅമലൂന ബസീർ. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? നീ ചെയ്യുന്നത് റബ്ബ് നോക്കുന്നുണ്ട്. അള്ളാഹു നിന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹുവിനെ ഭയക്കുക, അള്ളാഹുവിനോട് പേടിയുണ്ടായിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഏറ്റവും വലിയവനാണ്. ആലോചിച്ചു, ഖുർആൻ അള്ളാഹു പറയുന്നു, യൗമ നത്വി സ്സമാഅ കതയ്യി സിജില്ലി ലിൽ കുതുബ്. പുസ്തകങ്ങളുടെ ഏടുകൾ ചുരുട്ടിയെടുക്കുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു സുബ്ഹാനഹു വ തആല പുസ്തകങ്ങളുടെ ഏടുകൾ ചുരുട്ടിയെടുക്കുന്നത് പോലെ ആകാശത്തെ ചുരുട്ടിയെടുക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടുന്ന ഖുത്ബകളിൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുത്ബയിൽ ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുത്ബയിൽ അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, യഖ്ബിദുല്ലാഹുൽ അർദ വയത്വി സ്സമാവാതി ബിയമീനിഹി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഭൂമിയെ പിടിക്കുന്നതാണ്, ഭൂമിയെ അവൻ എടുക്കുന്നതാണ്, ആകാശങ്ങൾ അവൻ ചുരുട്ടി പിടിക്കുന്നതാണ്. സുമ്മ യഖൂൽ, എന്നിട്ട് അവൻ പറയും, അനൽ മലിക്, ഞാനാണ് സർവ്വരാജനായിട്ടുള്ളവൻ, സർവ്വതിൻ്റെയും രാജാവ് ഞാനാണ്. ഐന മുലൂക്കുൽ അർദ്, ഭൂമിയിലെ രാജാക്കന്മാരെവിടെ? അനൽ ജബ്ബാർ, ഞാനാണ് ജബ്ബാർ, സർവ്വതിനെയും അധീശപ്പെടുത്തിയവൻ. ഐനൽ ജബ്ബാറൂൻ, ഭൂമിയിൽ ധിക്കാരം കാണിച്ചവരെവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ മിമ്പറിൻ്റെ തൂണുകൾ കുലുങ്ങുകയായിരുന്നു എന്നാണ്. സഹാബികൾ ചിലർ പറഞ്ഞു, അവിടുന്ന് അത് പ്രസംഗിക്കുമ്പോൾ സഹാബികളുടെ തേങ്ങൽ അവർ മുഖം തങ്ങളുടെ വസ്ത്രങ്ങളിൽ താഴ്ത്തി വെച്ചുകൊണ്ട് അവർ തേങ്ങിയടിക്കുന്ന ശബ്ദം പുറത്തേക്ക് കേട്ടിരുന്നു എന്ന്. പേടി കാരണത്തിൽ. അള്ളാഹുവിനെ പേടിക്കുക, അള്ളാഹുവിനെ ഭയപ്പെടുക. വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനൂൻ വലാ തഖാഫൂഹും ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ അവരെ പേടിക്കരുത്, നിങ്ങൾ എന്നെ പേടിക്കുക. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. അതുകൊണ്ട് സഹോദര, അള്ളാഹുവിനെ ഭയപ്പെടുക, അള്ളാഹുവിനോട് പേടിയുണ്ടാകുക. എന്താണ് നിന്റെ സ്ഥിതി? എണ്ണമില്ലാത്ത നിഅമത്തുകൾ, അതിന് ശുക്ർ പറഞ്ഞു എന്ന് നിനക്കറിയില്ല. എണ്ണമില്ലാത്ത തിന്മകൾ, അത് അള്ളാഹു പുറത്തു എന്ന് നിനക്കറിയില്ല. വിരലിലെണ്ണാവുന്ന നന്മകൾ, അതിൽ എത്ര നന്മകൾ പരിശോധിച്ചാൽ കലർപ്പുകളില്ലാതെ നിനക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ നീ കലർപ്പില്ലാതെ ഒന്നോ രണ്ടോ നന്മകൾ മാറ്റിവെച്ചാൽ തന്നെ അള്ളാഹു അത് സ്വീകരിച്ചോ എന്ന് നിനക്കറിയില്ല. ഇതിനിടയിലാണ് നീ ജീവിക്കുന്നത്. എന്താ അഹങ്കരിക്കാനുള്ള വഴി? എന്താണ് ധിക്കാരിയാകാനുള്ള മാർഗം? അതുകൊണ്ട് സഹോദര, അള്ളാഹുവിനെ പേടിക്കുക. അതുപോലെ അള്ളാഹുൽ പ്രതീക്ഷയുള്ളവനാകുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിൽ
ഇത് രണ്ടും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഏതാണ് കൂടുതൽ ഉണ്ടാകേണ്ടത് എന്ന ചർച്ച പണ്ഡിതന്മാർക്കുണ്ട്. പക്ഷെ അവരിൽ പറഞ്ഞതിൽ വളരെ നല്ല അഭിപ്രായങ്ങളിലൊന്ന് രണ്ടും ഒരുപോലെ ഉണ്ടാകുക എന്നതാണ്. അതാണ് ആളുകൾ വഴിപിഴക്കാതിരിക്കാൻ ഏറ്റവും നല്ലത്. രണ്ടും ഒരുപോലെ ഉണ്ടാകുക, പേടിയും ഉണ്ടാകുക, പ്രതീക്ഷയുണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ രോഗബാധിതനായ ഒരു യുവാവിൻ്റെ അടുത്ത് ചെന്നുകൊണ്ട് അയാളോട് ചോദിച്ചു, ഐന തജിദൂൻ കൈഫ തജിദു നഫ്സക്, എന്താണ് ഇപ്പോഴത്തെ നിന്റെ അവസ്ഥ? അപ്പോൾ അയാൾ പറഞ്ഞു, അഖാഫു ദുനൂബി, ഞാൻ എൻ്റെ തിന്മകളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പേടിയുണ്ട്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പ്രതീക്ഷയുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ രണ്ട് കാര്യങ്ങൾ ഒരാളുടെ ഹൃദയത്തിൽ ഒരുമിച്ചു കഴിഞ്ഞാൽ അവൻ പേടിക്കുന്നതിൽ നിന്ന് അള്ളാഹു അവന് നിർഭയത്വം നൽകാതിരിക്കുകയില്ല. അവൻ പ്രതീക്ഷിക്കുന്നത് അള്ളാഹു അവന് സൗകര്യപ്പെടുത്തി കൊടുക്കാതിരിക്കുകയുമില്ല. രണ്ടുണ്ടാവണം ഹൃദയത്തിൽ. നബിമാരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറഞ്ഞതുപോലെ കാനൂ യദ്ഊനന റഗബൻ വറഹബൻ, അവർ നമ്മോട് ദുആ ചെയ്തിരുന്നത് എങ്ങനെയാണ്? റഗബൻ, നമ്മോട് പ്രതീക്ഷയുള്ളവരായിക്കൊണ്ടായിരുന്നു. വറഹബൻ, പേടിച്ചുകൊണ്ടുമായിരുന്നു. രണ്ടും ഉണ്ടായിരുന്നു അവർക്ക്. അപ്പൊ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരേ സമയം അള്ളാഹുവിനെ പേടിക്കുക, ഒരേ സമയം അള്ളാഹുൽ പ്രതീക്ഷയുള്ളവനാകുക. 3 കാര്യങ്ങൾ ഇതിന് നിങ്ങളെ സഹായിക്കും. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങൾ അറിയുക എന്നത്. അള്ളാഹു ആരാണെന്ന് മനസ്സിലാക്കുക. ഭയവും പ്രതീക്ഷയും അതിൻ്റെ കൃത്യമായ അളവിൽ നിനക്ക് വേണോ, നീ അള്ളാഹു ആരാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് രണ്ടും നിനക്കുണ്ടാകും. നോക്കൂ, ദുആകളിൽ നോക്കൂ, അള്ളാഹുവിനെ പേടിക്കുന്നതിൻ്റെ രൂപം പോലും നോക്കൂ നിങ്ങൾ. അല്ലേ, ചിലർ പറഞ്ഞു, ജനങ്ങൾ ഏതൊരു കാര്യത്തെ ഭയന്നാലും എന്ത് ചെയ്യുക? ഹറബ മിൻഹു, അതിൽ നിന്ന് ഓടി രക്ഷപ്പെടും. പാമ്പിനെ പേടിച്ചാൽ അവിടുന്ന് ഓടിക്കഴിച്ചിലാവും. എന്നാൽ അള്ളാഹുവിനെ ഒരാൾ പേടിച്ചാൽ അതിൽ വ്യത്യാസമുണ്ട്. വമൻ ഖാഫ അല്ലാഹ മൻ ഖാഫ ശൈഅൻ ഹറബ മിൻഹു, ആരെങ്കിലും ഒരു വസ്തുവിനെ പേടിച്ചാൽ അവൻ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടും. വമൻ ഖാഫ അല്ലാഹ ഹറബ ഇലൈഹി, ആരെങ്കിലും അള്ളാഹുവിനെ പേടിച്ചാൽ അവൻ അള്ളാഹുവിലേക്കാണ് ഓടി രക്ഷപ്പെടുന്നത്. അത് വേറൊരു പേടിയിലില്ല. അള്ളാഹുവിനോടുള്ള പേടിയിലുള്ള വ്യത്യാസം വരാൻ. ദുആയിൽ നോക്കൂ, നിങ്ങൾ പറയുന്നത് അല്ലാഹുമ്മ ലാ മൽജഅ വലാ മൻജഅ മിൻക ഇല്ലാ ഇലൈക, അള്ളാഹുവേ നിന്നിൽ നിന്ന്, അല്ലാഹുമ്മ ലാ മൽജഅ, നിന്നിൽ നിന്ന് ഒരു അഭയമില്ല, വലാ മൻജഅ, നിന്നിൽ നിന്ന് ഒരു രക്ഷയില്ല, ഇല്ലാ ഇലൈക, നിന്റെ അടുത്തല്ലാതെ. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമായ മഅന, എത്ര മനോഹരമായ അർത്ഥമാണത് നോക്കൂ നിങ്ങൾ. അള്ളാഹു നിന്റെ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെടാൻ എവിടേക്കല്ല, നിന്റെ അടുത്തേക്ക് തന്നെയാണ്. നീ തന്നെയാണ് കാവൽ നൽകേണ്ടത്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിറിദാക മിൻ സഖതിക വബിമുആഫാതിക മിൻ ഉഖൂബതിക വബിക മിൻക, അള്ളാഹുവെ നിന്റെ തൃപ്തി കൊണ്ട് നിന്റെ കോപത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷ തേടുന്നു, നിന്റെ പൊറുക്കൽ കൊണ്ട് നിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങൾ രക്ഷ തേടുന്നു, നിന്നെക്കൊണ്ട് നിന്നിൽ നിന്ന് ഞങ്ങൾ രക്ഷ തേടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഭയം അവനിലുള്ള പ്രതീക്ഷ കലർന്നതാണ്. ഇത് രണ്ടും ഒരുമിച്ച് നിൽക്കേണ്ട കാര്യങ്ങളാണ്. അത് അള്ളാഹുവിനെ അറിയുക എന്നതിലൂടെ ആണ്. ഇത് ഒന്നാമത് ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അഹ്കാമുകൾ, അവൻ്റെ വിധികൾ, അത് ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ വിധികൾ 3 രൂപത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ കുറച്ച് നേരത്തിനുള്ളിൽ പറയാം. 1, അള്ളാഹുവിനെ അറിയുക. 2, അള്ളാഹുവിൻ്റെ വിധികൾ അറിയുക. 3, അള്ളാഹു സുബ്ഹാനഹു വ മൂന്നാമത്തെ കാര്യം, അവൻ്റെ സ്വന്തത്തിലേക്കും അവൻ്റെ ചുറ്റുമുള്ളവരിലേക്കും നോക്കുക. 3 കാര്യങ്ങൾ. അള്ളാഹു ആരാണെന്ന് അറിയുക,
അള്ളാഹുവിൻ്റെ വിധികൾ അറിയുക. 3, അവൻ്റെ സ്വന്തത്തെയും അവൻ്റെ ചുറ്റുപാടുമുള്ളവരെയും അവന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനെ അറിയുക എന്നതാണ്. നേരത്തെ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആല അസീസാൻ, അവൻ ജബ്ബാറാൻ, അവൻ മുതകബ്ബിറാൻ, അവൻ ഹകീമാൻ. അള്ളാഹു അവൻ ഖുർആനിൽ അറിയിച്ചതുപോലെ അവൻ്റെ ശിക്ഷ കഠിനമാണ്, ഷദീദുൽ മിഹാൽ. അള്ളാഹു സുബ്ഹാനഹു വതആല ദുൽ ഖുവ്വത്തിൽ മതീൻ, ഖവിയ്യാൻ, മതീനൻ. ഈ പറഞ്ഞ അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഈ പറഞ്ഞ ഓരോ നാമങ്ങളും വിശദീകരിക്കുക എന്നുള്ളത് ഇപ്പോൾ അനുയോജ്യമല്ല. പക്ഷേ ഇതിൻ്റെ അർത്ഥങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കുക. അള്ളാഹു ജബ്ബാറാണ്, മലിക്കാൻ, മലിക്കാൻ, രാജാവാണ്, സർവ്വതിൻ്റെയും രാജാവാണ്. ചിന്തിച്ചു. ചില പണ്ഡിതന്മാർ അതിന് ഉദാഹരണമായി അവർ പറഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർ പറഞ്ഞു, നീ ചിന്തിക്കുക, എന്തെങ്കിലും ഒരു കൽപ്പന പുറപ്പെടുവിപ്പിച്ചാൽ ഉടനെ അത് നടപ്പിലാക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സൈന്യം, ചുറ്റുപാടുമുള്ള ഒരു രാജാവിൻ്റെ സന്നിധിയിൽ നീ പോയി ഒരു തിന്മയുമായി, അയാൾ ധിക്കരിച്ചിട്ടുണ്ട്, അയാളുടെ മുന്നിൽ പോയി നിൽക്കുന്ന അവസ്ഥ ആലോചിച്ചു. ആ സന്ദർഭത്തിൽ നിന്റെ ഹൃദയം എന്തായിരിക്കും? ഏതൊരു മനുഷ്യനാണ്, അയാളുടെ സൈന്യമാകട്ടെ മനുഷ്യരുടെ സൈന്യമാണ്. മലിക്കുൽ അംലാക്കായ റബ്ബിൻ്റെ കാര്യം എന്തായിരിക്കും? സുബ്ഹാനഹു വതആല. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെക്കുറിച്ച് ഭയമുണ്ടാകണം, അള്ളാഹുവിൻ്റെ പേരുകൾ മനസ്സിലാക്കുക. അള്ളാഹുൽ പ്രതീക്ഷയുണ്ടാകണമോ, അവൻ്റെ പേരുകൾ മനസ്സിലാക്കുക, അവൻ്റെ വിശേഷണങ്ങൾ മനസ്സിലാക്കുക. അർ റഹ്മാൻ, അതുകൊണ്ട് അള്ളാഹു മതിയാക്കിയോ? ഇല്ല. സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം വിവരിച്ചപ്പോൾ അർ റഹ്മാൻ, അർ റഹീം, 2 നാമങ്ങളാണ് അള്ളാഹു പറഞ്ഞത്. അർ റഹ്മാൻ, റഹീം. അള്ളാഹു റഹ്മാനാണ്, സർവവിശാലമായ റഹ്മത്തിൻ്റെ ഉടമ. റഹീമാൻ, അങ്ങേറ്റം കരുണ ചൊരിയുന്നവനാണ്. അൽ അഫു, അൽ കരീം, അസ്സലാം, അൽ മുഅ്മിൻ, അൽ വദൂദ്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അൽ ലത്തീഫ്, അർ റഊഫ്, ഇങ്ങനെ ധാരാളം നാമങ്ങളുണ്ട്. ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞു. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യത്തിൻ്റെ വിശേഷണങ്ങൾ വിവരിക്കുന്ന നാമങ്ങൾ പഠിക്കുക. സഹോദരങ്ങളെ, പഠിക്കാൻ മാത്രം ദുആയിൽ ഉൾപ്പെടുത്തുക. അള്ളാഹു ദുആ ചെയ്യുമ്പോൾ നിനക്ക് അള്ളാഹുടെ ശരിയായ രൂപത്തിൽ ദുആ ചെയ്യണോ, നീ അള്ളാഹു ആരാണെന്ന് അറിയണം. അല്ലാതെ നിനക്ക് സാധിക്കില്ല. നീ എത്രമാത്രം അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നോ അത്രയും ദുആ നിനക്ക് മനോഹരമായിരിക്കും. ദുആ നീ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും, അള്ളാഹുവിനെ നീ അറിയുന്നതിനനുസരിച്ച്. ദുനിയാവിൽ സഹോദരങ്ങളെ, അള്ളാഹുവിനെ സ്മരിക്കുകയും അവനെ ദിക്ർ ചൊല്ലുകയും അള്ളാഹുവിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിശേഷണങ്ങൾ എടുത്തു പറയുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ മുൻപിൽ താഴ്മയിലും വിനയത്തിലും അള്ളാഹുവിൻ്റെ മുൻപിൽ സുജൂദിലായിരിക്കുകയും മറ്റൊരാളുമില്ലാതെ റബ്ബിനോട് സംസാരിക്കുകയും ചെയ്യുന്നതിനേക്കാൾ മനോഹരമായ ഒരു അനുഭവം ഈ ദുനിയാവിൽ വന്നെത്തിയ ഒരാളും വിവരിച്ചിട്ടില്ല. ഇബ്നുൽ ഖയ്യിം അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വാക്കുകൾ കൊണ്ട് വിവരിക്കുന്ന ഈ കാര്യം നമ്മൾ അനുഭവിച്ചിട്ടില്ല, അനുഭവിച്ചവരുടെ വാക്കുകളിൽ ഇതാണ്. അതുകൊണ്ടാണ് ചിലർ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആല അറിയാതെ ഈ ദുനിയാവിൽ നിന്ന് അവനെക്കുറിച്ച് ദിക്ർ ചെല്ലാതെ ഈ ദുനിയാവിൽ നിന്ന് പോകുന്നവർ, ദുനിയാവിൻ്റെ ആളുകൾ, അഹ്ലുദ്ദുനിയ അറാഹു മിനദ്ദുനിയ വമാ ദാഖു അത്യബ മാ ഫീഹാ. ദുനിയാവിൻ്റെ ആളുകൾ ഈ ദുനിയാവിൽ നിന്ന് യാത്ര പറഞ്ഞു പോകുമ്പോൾ ഈ ദുനിയാവിലെ ഏറ്റവും മധുരമുള്ളത് ആസ്വദിക്കാതെയാണ് പോയത്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള ദിക്റാണത്. ആളുകൾ ഈ ദുനിയാവിൻ്റെ മഅസിയത്ത്, തിന്മകളിൽ അഭിരമിക്കുന്ന, വൃത്തികേടുകളിൽ ജീവിക്കുന്ന, അതിൽ മാത്രം സുഖം കണ്ടെത്തുന്ന ആളുകൾ ചിലപ്പോൾ ദീനിൻ്റെ ആളുകളെ കണ്ടാൽ അവർ പറയും, ഇങ്ങനെ നിങ്ങൾ ജീവിക്കുന്നത് എന്തൊരു ജീവിതമാണ്, എങ്ങനെ ജീവിക്കാം, എന്തൊരു ജീവിതം. ഒരു മോമിൻ തിരിച്ചു വയ്ക്കുന്ന അതന്നെ, എങ്ങനെ നിങ്ങൾ ജീവിക്കുന്നത്, എങ്ങനെ നിസ്കരിക്കാതെ ഒരു മനുഷ്യൻ ജീവിക്കാൻ പറ്റുന്നു, എങ്ങനെ അള്ളാഹുവിനെ സ്മരിക്കാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുന്നു. വല്ലാഹി ഇതിനേക്കാൾ നല്ലത് കുരങ്ങായി ജീവിക്കുന്നതാണ്.
അല്ലെങ്കിൽ ഒരു കഴുതയാകുന്നതാണ്. എങ്ങനെയാണ് ഈ ജീവിതം നിനക്ക് സാധിക്കുന്നത്? എങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാതെ, അള്ളാഹുവിനോട് നന്ദി പറയാതെ, അള്ളാഹു നൽകിയതിന് ശുക്ർ ചെയ്യാതെ, നിസ്കരിക്കാതെ? സുബ്ഹാനല്ലാഹ്, ഒരു മുഅ്മിന്റെ അവസ്ഥ നോക്കൂ നിങ്ങൾ. അവൻ്റെ നിസ്കാരം നഷ്ടമാകുമ്പോൾ അവൻ്റെ കഥ എന്താണ്? അവൻ്റെ അവസ്ഥ എന്താണ്? അവനെ പിടിച്ചാൽ കിട്ടുന്നില്ല. അവൻ എത്ര പ്രയാസത്തിലാണ്. അവൻ നിസ്കാരം കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്? എന്ത് സമാധാനത്തിലാണ്. നീയോ നിന്റെ പാർട്ടിക്ക് പോയാൽ എങ്ങനെയാണ് വരുന്നത്? കളു പിടിച്ച് അല്ലെങ്കിൽ പാട്ടിൽ ഡാൻസ് ചെയ്ത്. എന്താ നീ വരുമ്പോൾ എന്തൊരു റാഹത്തെ മനുഷ്യൻ അങ്ങനെയാണ് വരുന്നത്. ആരെങ്കിലും തളർന്ന് തകർന്ന് ഹൃദയത്തിൽ ശൂന്യതയുടെ അറ്റമില്ലാത്ത ഗർത്തങ്ങൾ അനുഭവിച്ച് കിടക്കയിൽ വന്ന് മലർന്നടിച്ച് കിടക്കുക എന്നതല്ലാതെ എന്താണ് നിനക്കത് സമ്മാനിച്ചത്? എന്താണ് ഈ തിന്മകൾ നിനക്ക് സമ്മാനിച്ചത്? സമ്പത്ത് കുന്നുകൂട്ടിയവർ അവരെന്താണ് സമ്പാദിച്ചത്? പക്ഷെ ഒരു മുഅ്മിനിന്റെ ഹൃദയം നീ നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര സുഖമുള്ളതാണ്. നിനക്ക് മനസ്സിലാവാൻ അല്ലെ? ആൾക്കാർ ഈ പാർട്ടിക്കൊക്കെ പോകുന്ന ആൾക്കാർ, ഈ പാട്ടുപാടിയും കൂത്തുപാടിയും ഒക്കെ നടക്കുന്ന ആളുകൾ ചോദിക്കാറില്ലേ, നിങ്ങൾക്ക് എന്തൊരു ആസ്വാദനമുള്ളത് ഹറമിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന രാത്രിയിലെ ദിവസങ്ങളിൽ, ഖുർആൻ ഓതുമ്പോൾ, നിസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ മുഅ്മിൻ അനുഭവിക്കുന്ന ആസ്വാദനം എന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നെങ്കിൽ, അവനത് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ഇതിന് പിറകിൽ പോകില്ലായിരുന്നു. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അറിയുക എന്നതാണ് ഭയവും പ്രതീക്ഷയും ശരിപ്പെടുത്താനുള്ള ഒന്നാമത്തെ കാര്യം. അതുകൊണ്ടാണ് ദുനിയാവിലെ ഏറ്റവും മഹത്തരമായ ഇൽമ്, ഏറ്റവും മഹത്തരമായ വിജ്ഞാനം അള്ളാഹുവിനെ കുറിച്ച് അറിയില്ല. രണ്ടാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ അഹ്കാമുകൾ നോക്കുക എന്നതാണ്. അഹ്കാമുകൾ 3 രൂപത്തിലുണ്ട്. ഒന്ന് അൽ അഹ്കാമുൽ കൗനിയ, 2 അഹ്കാമുൽ ദീനിയ, 3 അൽ അഹ്കാമുൽ ജസാഇയ്യ. ഒന്ന് അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിലെ വിധികൾ, തീരുമാനങ്ങൾ, ഖദാഅകൾ. അള്ളാഹു പ്രപഞ്ചത്തിൽ നിശ്ചയിച്ച ഖദാഅകൾ. നീ പ്രപഞ്ചത്തിലെ ഖുൽ സീറു ഫിൽ അർദ് ഫൻദുറു കൈഫ കാന ആഖിബതു അല്ലദീന قل سيروا في الأرض فانظروا كيف كان عاقبة الذين كانوا من قبل. നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക, മുൻപ് അതിക്രമം പ്രവർത്തിച്ചവരുടെ അവസ്ഥ എന്താണ്, അവരുടെ പര്യവസാനം എന്തായിരുന്നു എന്ന് നിങ്ങൾ നോക്കുക. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ അള്ളാഹു പറഞ്ഞു, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദിൻ ഇറമ ദാതിൽ ഇമാദ് وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد فأكثروا فيه الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد. ألم ترى كيف فعل ربك بعاد؟ عاد قال الله എന്ത് ചെയ്തു എന്ന് നീ കാണുന്നില്ലേ? وثمود الذين جابوا الصخر بالواد, താഴ്വാരങ്ങളിൽ പർവ്വതങ്ങൾ തുറന്ന സമൂദിനെ നീ കാണുന്നില്ല? അവരെ അള്ളാഹു എന്താണ് ചെയ്തത് എന്ന്. വഫിർഔന ദിൽ ഔതാദ്, തൂണുകളുടെ ഉടമയായിരുന്ന ഫിർഔനെ നീ കാണുന്നില്ലേ? അല്ലദീന തഗൗ ഫിൽ ബിലാദ്, നാട്ടിൽ അതിക്രമങ്ങൾ അന്യായങ്ങൾ അഴിച്ചുവിട്ടവർ. ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ അവർക്കുമേൽ ചൊരിഞ്ഞുവിട്ടത് നീ കാണുന്നില്ലേ? എങ്ങനെയാണ് അള്ളാഹു അവരെ നശിപ്പിച്ചത്? ഇന്ന റബ്ബക ലബിൽ മർസാദ്, നിന്റെ റബ്ബ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. ചരിത്രം നോക്കുക. നിന്നെക്കാൾ വലിയവർ, നിങ്ങളെക്കാൾ നമ്മെക്കാൾ വലിയ വലിയ കഴിവുകൾ ഉണ്ടായിരുന്നവർ, അള്ളാഹു അവരെങ്ങനെയാണ് തകർത്തത് എന്ന് കാണുന്നില്ലേ? الحاقة ما الحاقة وما أدراك ما الحاقة كذبت ثمود وعاد بالقارعة فأما ثمود فأهلكوا بالطاغية وأما عاد فأهلكوا بريح صرصر عاتية سخرها عليهم 7 ليال و8 أيام حسوما فترى القوم فيها صرعى كأنهم أعجاز نخل خاوية. എന്താണ് സമൂദും ആദും അള്ളാഹുവിൻ്റെ പരലോകത്തെ നിഷേധിച്ചു.
അവരെ രണ്ടുപേരും അള്ളാഹു നശിപ്പിച്ചതാണ് പിന്നീട് അള്ളാഹു പറയുന്നത്. എന്താ അള്ളാഹു പറഞ്ഞു? വെട്ടിയിട്ട ഈന്തപ്പന തടികൾ പോലെ നിനക്ക് അവരെ കാണാം. ഇങ്ങനെ ശിക്ഷിച്ച റബ്ബ് ഇപ്പോഴുമുണ്ട്. അവൻ മരിക്കാത്തവനാണ്, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ചരിത്രം വായിക്കുക, ചരിത്രം വായിക്കുക. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം അധികരിപ്പിക്കാൻ അത് നിന്നെ സഹായിക്കും. തിരിച്ചു പ്രതീക്ഷ ഉണ്ടാകാനോ അതിനും നീ ചരിത്രം വായിച്ചാൽ മതി. നീ കേട്ടിട്ടില്ലേ, നടന്നു പോകുന്നവരെല്ലാം പരിഹസിക്കുകയും വീട്ടിലെ ഭാര്യ പോലും തള്ളിപ്പറയുകയും എല്ലാവരും നിഷേധിച്ചു തള്ളുകയും വിരലിലുണ്ടാവുന്ന കുറച്ചാളുകൾ മാത്രം സത്യപ്പെടുത്തുകയും ചെയ്ത നൂഹ് നബിയുടെ ചരിത്രം നീ കേട്ടിട്ടില്ലേ? എന്തായിരുന്നു പര്യവസാനം? ആർക്കായിരുന്നു വിജയം? നമുക്കതിൽ പാഠമുണ്ട്. വൽആഖിബതു ലിൽമുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ് വിജയമുള്ളത്. സാലിഹ് നബിയുടെ ചരിത്രം കേട്ടിട്ടില്ലേ? ലൂത്ത് നബിയുടെ ചരിത്രം കേട്ടിട്ടില്ലേ? ലഹരി പിടിച്ച ആ സമൂഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന അതിഥികളെ വൃത്തികേടിന് നിർബന്ധിച്ച ചരിത്രം, അവരെ അള്ളാഹു കീഴ്മേൽ മറിച്ച ചരിത്രം, ലൂത്ത് നബിയെ രക്ഷപ്പെടുത്തിയ ചരിത്രം, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ചരിത്രമാണത്. ഇബ്രാഹിം നബിയുടെ ചരിത്രം നീ കേട്ടിട്ടില്ലേ? തീയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം നബി, അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അഗ്നിയിൽ തണുപ്പും സമാധാനവും നൽകിയത്. ആ ചരിത്രം നീ വായിച്ചാൽ മതി. നാട്ടിൽ നിന്ന് ആക്രമിക്കപ്പെടുകയും ബഹിഷ്കരിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും അങ്ങനെ അവസാനം ഗത്യന്തരമില്ലാതെ മദീനയിലേക്ക് പലായനം ചെയ്തു പോവുകയും ചെയ്ത അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചരിത്രം നീ വായിച്ചിട്ടില്ല? എന്നിട്ട് മക്കയിലേക്ക് തിരിച്ചു വന്ന നബിയുടെ ചരിത്രം, ജാഅ അൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖ, സത്യം വന്നിരിക്കുന്നു, അസത്യം തകർന്നിരിക്കുന്നു, ആ സത്യം തകരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലുള്ള വടിയുമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിനു വേണ്ടി ആദ്യമായി പടുത്തുയർത്തപ്പെട്ട കഅബയിലുണ്ടായിരുന്ന വിഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി തള്ളി താഴെയിട്ട തകർത്ത് കളഞ്ഞ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ചരിത്രമാണത്. ഇങ്ങനെ ചരിത്രങ്ങൾ വായിക്കുക. ഇതൊക്കെ അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിലെ വിധികളാണ്. അള്ളാഹു പ്രപഞ്ചത്തിൽ നിശ്ചയിച്ച സുന്നത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ ചര്യയാണത്. വലാ തബ്ദീല ലിസുന്നത്തില്ലാഹ് വലാ തഹ്വീല ലിസുന്നത്തില്ലാഹ്. അള്ളാഹുവിൻ്റെ സുന്നത്തിനൊരു മാറ്റം ഉണ്ടാവുകയില്ല. വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല വലൻ തജിദ ലിസുന്നത്തില്ലാഹി തഹ്വീല. അള്ളാഹുവിൻ്റെ സുന്നത്തിനൊരു മാറ്റം, അതിന് മാറ്റം നീ കാണുകയില്ല. അള്ളാഹുവിൻ്റെ സുന്നത്തിന്, അള്ളാഹുവിൻ്റെ ചര്യക്ക്, അവൻ്റെ ഈ നടപടിക്രമത്തിന് ഒരു വ്യത്യാസം നീ കാണുകയില്ല. അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിലെ ഈ ചരിത്രം വായിക്കുക. രണ്ട് അൽ അഹ്കാം അദ്ദീനിയ, അള്ളാഹുവിൻ്റെ ദീനിയായ മതവിധികൾ നോക്കുക നിങ്ങൾ. അള്ളാഹുവിൻ്റെ മതത്തിലെ വിധിവിലക്കുകൾ, അള്ളാഹുൽ ഭയമുണ്ടാക്കുന്ന, അള്ളാഹുൽ പ്രതീക്ഷയുണ്ടാക്കുന്ന കാര്യം നിനക്ക് അതിൽ കാണാം. ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞു, ഒരാൾ ഒരു ദീനാറിൻ്റെ 4/1 മോഷ്ടിച്ചാൽ ശിക്ഷയുടെ കൈ ഛേദിച്ച് കളയുക എന്നതാണ്. കൈ ഛേദിച്ച് കളയുക എന്നതാണ് എത്ര വലിയ കടുത്ത ശിക്ഷയാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് മനസ്സിലാക്കണമെങ്കിലോ ഒരൊറ്റ ആയത്ത് മതി. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا. തിന്മകൾ അതിരുകവിഞ്ഞ ധാരാളമായി തിന്മകൾ പ്രവർത്തിച്ച എൻ്റെ ദാസന്മാരോട് പറയുക, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ, അള്ളാഹു എല്ലാ തിന്മകളും പൊറുക്കുന്നവനാണ്. ദുനിയാവിൽ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് ഒരിക്കലും പറയാൻ കഴിയാത്ത വാക്കാണ്. ഒരാൾക്ക് പറയാൻ പറ്റില്ല, നീ എന്തു ചെയ്താൽ ഞാൻ നിനക്ക് പുറത്തു തരാം. ഉമ്മാക്ക് തൻ്റെ മകനോട് പോലും പറയാൻ പറ്റില്ല. നിങ്ങൾ കേട്ടില്ലേ പല ഉമ്മമാരും, എനിക്ക് എൻ്റെ മയ്യത്തിനെ കാണിക്കരുത്. ഉമ്മക്ക് പൊറുക്കാൻ കഴിയാത്ത തിന്മകളുണ്ട്, ഉമ്മക്ക് പൊറുക്കാൻ കഴിയാത്ത തിന്മകളുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാതാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ. നഷ്ടപ്പെട്ടു പോയ തൻ്റെ കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കുന്ന ഈ മാതാവ്, അതിന് തൻ്റെ കുഞ്ഞിനോടുള്ളതിനേക്കാൾ കാരുണ്യം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ്റെ അടിമകളോടുണ്ട്. നിങ്ങളത് ആ പറഞ്ഞ വാക്ക് നിങ്ങൾ അതിൻ്റെ യഥാർത്ഥത്തിൽ ചിന്തിച്ചു നോക്കുക. അള്ളാഹുവിനോളം കാരുണ്യമുള്ള മറ്റൊരുവനെയും, അർഹമുർ റഹീമീൻ, കരുണ ചൊരിയുന്നവരിൽ ഏറ്റവും കരുണയുള്ളവൻ അവനാണ്. നിനക്ക് ബോധ്യപ്പെടും. അള്ളാഹുവിൻ്റെ മതവിധികൾ നോക്കിയാൽ അത് മനസ്സിലാവും. ഷിർക്കല്ല, അള്ളാഹു സുബ്ഹാനഹു, ഷിർക്ക് പോലും തൗബ ചെയ്താൽ അള്ളാഹ് പുറത്തു കൊടുക്കും. സൂറത്തുൽ ബുറൂജ് നോക്കൂ നിങ്ങൾ, എന്താ അള്ളാഹു പറഞ്ഞത്? വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്.
അല്ലേ? അള്ളാഹുവിൽ വിശ്വസിച്ചത് എന്ന ഒരൊറ്റ കുറ്റത്തിൻ്റെ പേരിൽ മുഅ്മിനീങ്ങളായ ആളുകളെ കിടങ്ങു കുഴിച്ച് അതിനുള്ളിൽ തള്ളിയിട്ട് ജീവനോടുകൂടി കത്തിച്ച് കളഞ്ഞ് ആ കിടങ്ങിന് ചുറ്റും നിന്ന് അവരെ വീക്ഷിച്ച് പരിഹസിച്ചു ചിരിച്ച ആളുകൾ, അതിക്രമികൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ ക്രൂരമായി കൊലപ്പെടുത്തിയവർ, അവരെക്കുറിച്ച് അള്ളാഹു എന്താ പറഞ്ഞത്? ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി സുമ്മ ലം യതൂബു ഫലഹും അദാബു ജഹന്നമ വലഹും അദാബുൽ ഹരീഖ്. മുഅ്മിനീങ്ങളെ ഈ രൂപത്തിൽ ശിക്ഷിച്ചവർ. നോക്കൂ, ഹസൻ ബസ്രി അദ്ദേഹം പറയാണ്, തൻ്റെ ഔലിയാക്കന്മാരെ ക്രൂരമായി വധിച്ചവർ, അവരെ വരെ അള്ളാഹു എന്താ ചെയ്യുന്നത്? തൗബയിലേക്ക് ക്ഷണിക്കാൻ. ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങളെ ഈ രൂപത്തിൽ ശിക്ഷിച്ചവർ, സുമ്മ ലം യതൂബു, എന്നിട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങാത്തവർ, അവർക്ക് ശിക്ഷയുണ്ട്. ഹസൻ ബസ്രി അദ്ദേഹം പറയുന്നത്, തൻ്റെ ഔലിയാക്കന്മാരെ വധിച്ചവർ, അവരോട് അള്ളാഹു തൗബ ചെയ്യാനാണ് പറയുന്നത്. തൗബ ചെയ്താൽ നിങ്ങൾക്ക് പുറത്തു തരാം. എത്ര വലിയ റഹ്മത്താണിത്, എത്ര വലിയ കാരുണ്യമാണിത്. ചില ആളുകൾ ചിലപ്പോൾ വിളിച്ചു വയ്ക്കാറുണ്ട്, പണ്ട് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, ആ കാലത്ത് ഇസ്ലാമിനെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, നബിയെ ചീത്ത പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിനെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു എനിക്ക് പുറത്തു തരുമോ? ഒരു മുഅ്മിനെ ഒരു മുഅ്മിനെ എത്ര ധൈര്യത്തിൽ പറയാൻ, അള്ളാഹു നിനക്ക് പുറത്തു തരും, അള്ളാഹു നിനക്ക് പുറത്തു തരും. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഒരുക്കി വെച്ച ഈ റഹ്മത്ത്, അത് അവന്റെ വിധിവിലക്ക് മതവിധികളിൽ നിനക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം അൽ ജസാഇ, അള്ളാഹു പരലോകത്ത് ഒരുക്കി വെച്ച ശിക്ഷയെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. നരകത്തെക്കുറിച്ച് പഠിക്കുക, നീ അള്ളാഹുവിനെ കുറിച്ച് ഭയപ്പെടാനുള്ള കാര്യം അതിലുണ്ട്. അല്ലെ, നരകത്തെക്കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ അനേകം 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 ആയത്തുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. സൂറത്തു അൽ വാഖിഅ വായിക്കുക, സൂറത്തു അൽ ഹാഖ വായിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ശയ്യബത്നി ഹൂദ് വഅഖവാതുഹ, സൂറത്തു ഹൂദും അതിന്റെ സഹോദരികളുമാണ്, അല്ലെങ്കിൽ അതിന്റെ സഹോദര സൂറത്തുകളുമാണ് എന്റെ താടി രോമങ്ങൾ നിരപ്പിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം അതിൽ അത്രമാത്രം പേടിപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ അത് കേൾക്കുക, അത് പഠിക്കുക, നരകത്തെക്കുറിച്ച് പഠിക്കുക. അള്ളാഹുവിന്റെ റഹ്മത്ത് അറിയണോ? സ്വർഗത്തെക്കുറിച്ച് പഠിക്കുക. എന്തെല്ലാം വലിയ പ്രതിഫലങ്ങളാണ് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് നോക്കൂ നിങ്ങൾ. എന്തെല്ലാം വലിയ നിഅമത്തുകളാണ്. അതുപോലെ ഉലമാക്കൾ പറഞ്ഞ മനോഹരമായ ഒരു വാക്കുണ്ട്, സ്വർഗം. അതിലെ എല്ലാ അനുഗ്രഹങ്ങളും ഒന്നും വേണ്ട. സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് വെക്കുന്ന സ്ഥലത്ത് നിനക്ക് നിൽക്കാൻ ഒരു സ്ഥലം കിട്ടുന്നു എന്നതുപോലും നീ ഈ ദുനിയാവിൽ എത്ര വർഷം നന്മകൾ തുടർച്ചയായി പ്രവർത്തിച്ചാലും അതിന് തുല്യമല്ല. അത് തുല്യമല്ല. എന്തുകൊണ്ട് തുല്യമല്ല? നിന്റെ ഈ ദുനിയാവിലെ നന്മകൾ അവസാനമുള്ളതാണ്. സ്വർഗമാകുന്ന പ്രതിഫലമാകട്ടെ അവസാനമില്ലാത്തതാണ്. അവസാനമില്ലാത്ത പ്രതിഫലം ഒരിക്കലും അവസാനമുള്ള നന്മക്ക് തുല്യമല്ല. അപ്പൊ അള്ളാഹുവിന്റെ പ്രതിഫലം എന്താണ്? അവസാനമില്ലാത്തതാണ്, അറ്റമില്ലാത്തതാണ്. ഇത് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രതിഫലത്തിൽ പ്രതീക്ഷയുണ്ടാക്കുന്നത്. മൂന്നാമത്തെ കാര്യം, അവസാനത്തെ കാര്യം, അവൻ തന്റെ സ്വന്തത്തിലേക്ക് നോക്കുക എന്നതാണ്. അവൻ തന്റെ സ്വന്തത്തെ വീക്ഷിക്കുക എന്നതാണ്. എങ്ങനെയാണ്? ക്യാമറ ശരിയായിക്കോളും, നിങ്ങൾ അവിടെ നോക്കണം. പിന്നെ അവനവന്റെ സ്വന്തത്തിലേക്ക് നോക്കുക എന്നതാണ്. എങ്ങനെ അവനവന്റെ സ്വന്തത്തിലേക്ക് നോക്കുന്നത്? പേടിയുണ്ടാക്കുകയും പ്രതീക്ഷയുണ്ടാക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഒരാൾ അവനവനെ നോക്കുന്നത്? അവനിൽ അള്ളാഹുവിനെ കുറിച്ച് പ്രതീക്ഷയും അതോടൊപ്പം ഭയം ഉണ്ടാക്കുന്നത്. അവന്റെ തിന്മകൾ നോക്കുന്നത് അള്ളാഹുവിൽ പേടിയുണ്ടാക്കും. അവന്റെ നന്മകൾ വീക്ഷിക്കുന്നത് അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ടാക്കും. അള്ളാഹു ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ നോക്കുന്നത് അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ടാക്കും. അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ പ്രതീക്ഷയുണ്ടാക്കുന്ന കാര്യമാണ് അവനവനിലേക്ക് നോക്കാനുള്ളത്. അതുപോലെ അവന്റെ ചുറ്റുപാടുമുള്ളവരിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാലോ, മറ്റുള്ള മനുഷ്യരെ നോക്കുക. നബിമാർ, സാലിഹീങ്ങൾ, അവരുടെ ചരിത്രം പരിശോധിക്കുന്നത്
അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അധികരിപ്പിക്കും. ഫിർഔനും നമ്രൂദും പോലെയുള്ള ധിക്കാരികളുടെ ചരിത്രം പരിശോധിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഭയം അധികരിപ്പിക്കാൻ കാരണമാണ്. ഇൻഷാ അള്ളാഹ് നമ്മളിവിടെ ഇൻഷാ അള്ളാഹ് തൽക്കാലം നമുക്ക് നിർത്താം. ഇൻഷാ അള്ളാഹ് ചുരുക്കൽ ഈ കവിത നമുക്ക് ഇൻഷാ അള്ളാഹ് പൂർണ്ണമായിട്ട് വിശദീകരിക്കാം. സഹോദരങ്ങളെ, ഈ പറഞ്ഞ വിവരങ്ങൾ, ഈ പറഞ്ഞ പാഠങ്ങൾ, ഈ കവിത യഥാർത്ഥത്തിൽ സാധിക്കുമെങ്കിൽ ഒരു ബൈത്ത് ഒരു മാസം പഠിക്കേണ്ടതാണ്. ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ ആദ്യം പഠിക്കുക. എന്നിട്ട് അതിൽ പഠിച്ച കാര്യം ജീവിതത്തിൽ ശരിപ്പെടുത്താൻ ശ്രമിച്ച് പിന്നെ അടുത്ത വരികയൊക്കെ. കാരണം ഇതിൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ആവശ്യത്തിനുള്ള ശുഗൽ ഇതിൽ തന്നെയുണ്ട്. ഇതിൽ ഓരോ കാര്യങ്ങളാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ഏതാണ്ട് ഒരു ചുരുക്കമാണിത് ഈ കവിത. മദാരിജുസ് സാലിക്കീൻ ഫി മനാസിൽ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന പുസ്തകം. അതിൽ അദ്ദേഹം ഇത് വിവരിച്ചിട്ടുണ്ട്. ഒരു അടിമയുടെ വ്യത്യസ്തങ്ങളായ മൻസിലത്തുകൾ, പദവികൾ, ചവിട്ടിക്കയറേണ്ട. നമ്മളൊരു യാത്രയിലാണ് എന്ന തിരിച്ചറിവുണ്ടാകുക. യാത്രയിൽ ഓരോ ദിവസം കൂടുന്തോറും, ഓരോ വർഷം കഴിയുന്തോറും കൂടുതൽ മെച്ചപ്പെടാൻ ശ്രമിക്കണം. ഉള്ളതിൽ തൃപ്തിപ്പെടരുത്. സഹോദരങ്ങളെ, കൂടുതൽ നന്നാകണം. മരിച്ചു പോകുമ്പോൾ, മരിച്ചതിന് ശേഷം അള്ളാഹു നമ്മെ തൃപ്തിപ്പെടുന്ന രൂപത്തിലല്ലാതെ അവനെ കണ്ടുമുട്ടരുത്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. മുതവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്നെ അള്ളാഹുവെ മുസ്ലിമായി മരിപ്പിക്കണേ, സാലിഹീങ്ങളോടൊപ്പം ചേർക്കണേ. ഇതൊരു ദുആ ആണത്. അതിലേക്കുള്ള നടത്തമാണിത്. ഈ നടത്തം വളരെ ഗൗരവമുള്ളതാണ്. ഇതിൽ കാൽ തെന്നാൻ പറ്റില്ല. നിന്റെ ബിസിനസ്സിൽ നീ എത്ര വലിയ കാൽ തെന്നിക്കോട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പക്ഷെ എന്നാൽ പോലും അത് നിനക്ക് പരിപൂർണമായ നഷ്ടമല്ല. പക്ഷെ ദീനിൽ നിനക്ക് കാൽ തെന്നിയാൽ അത് വലിയ നഷ്ടമാണ്. അതുകൊണ്ട് ദീൻ അർഹമായ ഗൗരവം നൽകുക, അവനവനെ ശ്രദ്ധിക്കുക, എപ്പോഴും ഓർക്കുക അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ട ഒരു ദിവസമുണ്ട്. ദുആ ചെയ്യുക, അള്ളാഹുവേ നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമായിരിക്കണം റബ്ബേ ഏറ്റവും സന്തോഷമുള്ള ദിവസം. നബി പറഞ്ഞില്ലേ, വലിസ്സായിമി ഫർഹത്താൻ, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. ഒന്ന് നോമ്പ് തുറക്കുമ്പോഴാണ്, രണ്ടോ ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹ്, അവന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിലെ സന്തോഷമാണ്. അത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം, അന്ന് ഒരിക്കലും നഷ്ടക്കാരാവരുത്. അന്ന് വിരൽ കടിക്കരുത്. യൗമ യഅദ്ദു الظാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅ الറസൂലി സബീല. അതിക്രമികൾ തങ്ങളുടെ വിരൽ കടിക്കുന്ന ദിവസം. യാ ലൈതനി, എന്തൊരു കഷ്ടമാണ് എന്റെ കാര്യം. ഇത്തഖൽതു മഅ الറസൂലി സബീല, റസൂലിനോടൊപ്പം ആ മാർഗം ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ. നിങ്ങൾ ഖുർആനിൽ എത്രയോ ആയത്തുകൾ എടുത്തു നോക്കൂ. നരകത്തിൽ അകപ്പെട്ടവർ നടത്തുന്ന പരസ്പരമുള്ള സംഭാഷണങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇസ് തബറഅ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅഉൽ അദാബ് വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. അവർ ശിക്ഷ കാണുന്ന ദിവസം, വഴികേടിന്റെ നേതാക്കന്മാരെ പിൻപറ്റിയവർ, അവർ ഈ നേതാക്കന്മാരുമായി ഇസ്തബറഅ അല്ലദീന തുബിഉ, നേതാക്കന്മാർ പറയും ഇവരുമായി ഞങ്ങൾക്ക് ബന്ധമില്ല. എന്തൊരു ദിവസമാണ് യൗമുൽ ഹസ്റ എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച ദിവസം, നിരാശയുടെ ദിവസം. യൗമുത് തഗാബുൻ, നഷ്ടം ബാധിച്ചത് തിരിച്ചറിയുന്ന ദിവസം. പരലോകത്തിന്റെ പേരുകളാണ് അതൊക്കെ. അതിൽപ്പെടരുത്. അവസരം കിട്ടിയിട്ട് നഷ്ടമാക്കരുത്. സ്വർഗമുണ്ട്, നരകമുണ്ട്, അവസാനമില്ലാത്ത ദിവസങ്ങളുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ കാണുക തന്നെ ചെയ്യും. പരലോകത്ത് മടക്കമുണ്ട്. ഒരിക്കലും ഇവിടെ അത് അവസാനിക്കില്ല. മരിച്ചതിന് ശേഷം ജീവിതമുണ്ട്. സഹോദരങ്ങളെ, ഈ യാത്ര നിസ്സാരമായി കാണരുത്. ഈ യാത്ര ഗൗരവമില്ലാത്തതാക്കരുത്.
ഈ യാത്ര അതിനുള്ള വില കുറച്ചു കാണരുത്. ഇതിനുള്ള വില ഏറ്റവും വലിയ വിലയാണ്. അതിനുള്ള വില ഏറ്റവും വലിയ വിലയാണ്. ഒരു മടക്കമില്ലാത്ത അവസാനത്തെ നിമിഷം വരാനുണ്ട്. ആ നിമിഷത്തിനപ്പുറമുള്ളത് നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു ലോകമാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, അല്ലാഹു ശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ സൂറത്തുൽ മുഅ്മിനൂനിൽ قال رب ارجعون ആയത്തിനെ തുറക്കില്ല. قال رب ارجعون ആയത്തിനെ തുറക്കും. ആയത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ മരണം വന്നെത്തുന്ന ദിവസത്തിൽ അവൻ പറയും, قال رب ارجعون, അവൻ പറയും, അല്ലാഹു എന്നെ ഒന്ന് മടക്കിയിരുന്നെങ്കിൽ, എന്നെ ഒന്ന് മടക്കണം, ഒരവസരം നന്നാക്കിക്കൊള്ളാം, തിരിച്ചുകൊള്ളാം. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, വേണ്ടതില്ല, അതവൻ പറയുന്നൊരു വാക്കു മാത്രമാണ്. حتى إذا جاء أحدهم الموت قال رب ارجعون, അവർക്ക് മരണം വന്നെത്തിക്കഴിഞ്ഞാൽ അവർ പറയും, അല്ലാഹുവേ ഒന്ന് മടക്കണേ. كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. അതിലേക്ക് എത്താതിരിക്കുക. അവസാനത്തെ അല്ലാഹു ഖുർആനിൽ എത്ര സ്ഥലത്താണ് പറഞ്ഞത്, هل ينظرون إلا أن تأتيهم الله في ظلل من الغمام. അള്ളാഹു അവരിലേക്ക് വന്നെത്തുന്ന പരലോകത്തിന്റെ ദിവസം എത്താനാണ് അവർ കാത്തിരിക്കുന്നത്. അതാണോ അവർ കാത്തിരിക്കുന്നത്? അന്നേ ദിവസം നന്നാവാമെന്നാണോ വിചാരിക്കുന്നത്? ഇന്ന് നന്നാവുക. നോക്ക്, ആലോചിച്ച് നോക്ക്. ഇന്നിപ്പോ നന്നായി, ഇപ്പൊ നന്നാവാൻ തീരുമാനിച്ചു. അടുത്ത നിമിഷം നീ മരിച്ചാലോ? അൽഹംദുലില്ലാഹ്, കഴിഞ്ഞില്ലേ? ഇത്രയും താബ്, ഇത്രയും ക്ഷീണം എപ്പോഴാണ് നീ മരിക്കുന്ന എനിക്കറിയില്ല. മരിക്കുന്ന ആ സമയം വരെ ഒന്ന് നന്നായാലും മതി. എത്ര കാലം നീ ജീവിക്കും? ഇവിടെ 100 വർഷം ജീവിക്കുമെന്ന് ഉറപ്പുള്ളവരാരുണ്ട്? അടുത്ത ദിവസം നാളെ ഒരു പകലുണ്ട് എന്ന് ആർക്കൊക്കെ ഉറപ്പുണ്ട്? ഒരാൾക്കുമില്ല. അപ്പൊ എന്താണ് തടസ്സം? നന്നാകാൻ എന്താണ് തടസ്സം? ഖൈറിലേക്ക് പോകാൻ എന്താണ് തടസ്സം? നന്നാവുക, ശരിയാവുക. വാക്കുകളാണെങ്കിലും പ്രവൃത്തികളാണെങ്കിലും നല്ലത് ചെയ്യുക, നല്ലതിനു വേണ്ടി ദുആ ചെയ്യുക, അള്ളാഹു നന്നാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു കുഞ്ഞ് തന്റെ ഉമ്മയോട് വാശി പിടിച്ച് കിട്ടാൻ വേണ്ടി കരയുന്നത് പോലെ ഹിദായത്തിനു വേണ്ടി ചോദിക്കുക, അള്ളാഹുവിനെ നന്നാക്കണേ, എന്നെ ശരിപ്പെടുത്തണേ, നീയല്ലാതെ വഴിയില്ല റബ്ബേ, നിന്റെ മുന്നിലല്ലാതെ ചോദിക്കാനില്ല, വേറെ ഒരാൾ പറയാനില്ല. ഇത് ആർക്കാണ് നിന്നെ നന്നാക്കുന്നത്? അള്ളാഹു നിന്നെ ഹിദായത്തിലാക്കാൻ ഉദ്ദേശിച്ചാൽ നിന്നെ വഴികേടിലാക്കാൻ ഒരാൾക്ക് സാധിക്കില്ല. അള്ളാഹു നിന്നെ വഴികേടിലാക്കിയാൽ നിന്നെ ഒരാൾക്കും നന്നാക്കാൻ കഴിയില്ല. അവിടെ നന്നായി ശ്രമിക്കുക, രക്ഷപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിൽ, ചരിത്രത്തിൽ വിവരിക്കപ്പെട്ടതുപോലെ ഹദീസായി വന്നിട്ടില്ല. പക്ഷേ അവിടുന്ന് തന്റെ കുടുംബക്കാരെ ഒത്തുചേർത്തുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ മുസ്ലിം ആകുക, ഇമ്മൽ ജന്നത്തു അബദൻ വ ഇമ്മൻ നാറു അബദൻ. ഒന്നല്ലെങ്കിൽ എന്നേക്കുമായി സ്വർഗമുണ്ട്, അല്ലെങ്കിൽ എന്നേക്കുമായി നരകമുണ്ട്. ചരിത്രത്തിൽ വന്നൊരു വാക്കാണ്, അത് ഹദീസായി സ്ഥിരപ്പെട്ടിട്ടില്ല. പക്ഷേ ആ വാക്ക് സത്യമാണ്. ഒന്നല്ലെങ്കിൽ സ്വർഗമുണ്ട്, അല്ലെങ്കിൽ നരകമുണ്ട്. ഇതിലേത് വേണമെന്ന് സഹോദരങ്ങളെ നന്നായി തീരുമാനിക്കുകയും നന്നായി പ്രാർത്ഥിക്കുകയും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠിച്ച കാര്യങ്ങൾ അത് ഉപകാരപ്പെടാൻ, അത് പ്രയോജനപ്പെടാൻ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم أصلح لنا ديننا الذي هو عصمة أمرنا، وأصلح لنا دنيانا التي فيها معاشنا، وأصلح لنا آخرتنا التي فيها معادنا، واجعل الحياة زيادة لنا في كل خير، واجعل الموت راحة لنا من كل شر. اللهم ربنا تقبل منا